സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പ്രഭാഷണം. ഇത് കുറച്ച് ദൈർഘ്യമുള്ളതാണ്. കാരണം ഈ വിഷയം ഞാനിവിടെ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന മുഴുവൻ സംശയങ്ങളും ഇല്ലാതാകണം. പ്രധാനമായിട്ടും നമുക്കറിയാം തിരുവോണത്തെക്കുറിച്ച്. എങ്ങനെയാണ് തിരുവോണം നമ്മൾ ആഘോഷിക്കേണ്ടത്? നമ്മളിന്ന് പലതരത്തിൽ തിരുവോണം ആഘോഷിക്കുന്നുണ്ടാകാം. എന്നാൽ യഥാർത്ഥത്തിൽ തിരുവോണം ആഘോഷിക്കേണ്ടത് എങ്ങനെയാണ്? ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ ചരിത്രം അല്ലെങ്കിൽ ഐതിഹ്യം എന്താണ്? ഈ ഒരു വിഷയം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുമ്പോൾ ഒരു തരത്തിലുള്ള സംശയവും ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഇതിന്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം സമയമുണ്ടാക്കിയിട്ട് കാണുക. പെട്ടെന്ന് ചാടിയിട്ട് തന്നെ കാണുന്നില്ല, സമയം ഉണ്ടാക്കിയിട്ട് കാണുക. പരമാവധി നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ, സ്ത്രീകളാണെങ്കിൽ രാവിലെ നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഫോണിൻ്റെ ഈ പ്രഭാഷണം അവിടെ ഓണാക്കി വെക്കുക. എന്നിട്ട് നിങ്ങളതിങ്ങനെ കേൾക്കുക. അല്ലാത്ത ആൾക്കാർ രാത്രി കിടക്കുമ്പോഴോ മറ്റുള്ള ഏതെങ്കിലും സമയത്ത് ഓണാക്കി വെച്ചിട്ട് കേൾക്കുന്നതാണ് ഉചിതം. കാരണം ഇത് നമ്മുടെ കുട്ടികൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. നമ്മുടെ കുട്ടികൾ ഇനി തിരുവോണത്തിൻ്റെ പേര് പറഞ്ഞിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അല്ലെങ്കിൽ നമ്മൾ ആരും തന്നെ ഇനി വിഡ്ഢിത്തങ്ങൾ കാണിക്കരുത്. തിരുവോണത്തിൻ്റെ പേരിൽ ഇവിടെ കാട്ടിക്കൂട്ടുന്ന വിഡ്ഢിത്തങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മതിയാകും, ഇങ്ങനത്തൊന്നും വേണ്ട എന്ന് തോന്നിപ്പോകും. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് നമ്മുടെ സംസ്കാരത്തെ വിട്ടുകൊണ്ടല്ല ചെയ്യേണ്ടത്. നമ്മുടെ ആചാരവും സംസ്കാരവും മുറുക്കെ പിടിച്ചുകൊണ്ടുള്ള യഥാർത്ഥ തിരുവോണ ചരിത്രമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ വിഷയത്തിലേക്ക് വരുന്ന മുമ്പായിട്ട് ഞാൻ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ തിരുവോണം എന്ന് പറയുന്നു നമ്മൾ ഓണം എന്നും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഓണം എന്ന് പറയുന്ന ഒരു ആഘോഷം നമുക്കില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മളെല്ലാവരും പറയില്ല ഓണം 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 എന്നാണ്. എന്നാൽ ഓണം എന്ന് പറയുന്ന ഒരു ആഘോഷമോ അതിൻ്റെ ചടങ്ങോ കേരളീയർക്ക് എന്നല്ല, ഭാരതത്തിൽ നിന്നല്ല, ലോകത്തെവിടെയും ആഘോഷിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ആഘോഷമേ അല്ല. അത് ഈ തിരുവോണത്തെ പറഞ്ഞ് ചുരുക്കി കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ തിരുവോണം എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ശരിയായ ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. യഥാർത്ഥത്തിൽ ചരിത്രം നമ്മൾക്കറിയാം. മഹാബലിയുടെ അരികിലേക്ക് വാമനമൂർത്തി വന്നു, എന്നിട്ട് 3 അടി മണ്ണിന് ചോദിച്ചു. ഇതാണ് നമ്മൾ കേട്ട ചരിത്രം. എല്ലാവരും കേട്ട ചരിത്രം അതായിരിക്കും. വളരെ പ്രതിഭാസമ്പന്നനായിട്ടുള്ള ഒരു ചക്രവർത്തിയാണ് മഹാബലി. അദ്ദേഹം കേരളം എന്ന് പറയുന്ന സ്ഥലം, ഭൂപ്രദേശമാണ് ഭരിച്ചിരുന്നത്. ആ കേരളം ഭരിച്ചിരുന്നത് മഹാബലി ഭരിക്കുമ്പോൾ അസൂയാലാക്കളായ ദേവന്മാർ മഹാവിഷ്ണുവിനോട് എന്തൊക്കെയോ പറഞ്ഞ് കുത്തിത്തിരിപ്പാക്കിയിട്ട് മഹാവിഷ്ണു എന്തിനു വന്നു? ഈ മഹാബലിയെ പരാജയപ്പെടുത്താൻ, നശിപ്പിക്കാനായിട്ട് വാമനമൂർത്തിയായിട്ട് വരുന്നു. എന്നിട്ടോ 3 അടി മണ്ണിനെ വേണ്ടിയിട്ട് യാചിച്ചു. 3 അടി മണ്ണ് കൊടുക്കുന്ന സമയത്ത് ഉടൻ തന്നെ വാമനൻ വളരെ വലിയ രൂപം ധരിക്കുകയും അങ്ങനെ ആ രൂപം ധരിച്ചിട്ട് 1-ാമത്തെ അടിക്ക് ഭൂമിയും പാതാളവും അളന്നുവെന്നും 2-ാമത്തെ അടിക്ക് സ്വർഗം അളന്നുവെന്നും 3-ാമത്തെ അടി വെക്കാൻ വേണ്ടി സ്ഥലമില്ലാത്തപ്പോൾ എന്ത് ചെയ്തു? ഈ ഇദ്ദേഹത്തിൻ്റെ ഭീമാകാരമായ കാൽപാദം കൊണ്ട് ആ മഹാബലിയുടെ ശിരസിൽ ചവിട്ടി പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണല്ലോ, ഈ ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് യഥാർത്ഥത്തിൽ ചിന്തിക്കും, ഇതിൽ മഹാവിഷ്ണുവാണോ വില്ലൻ, വാമനാണോ വില്ലൻ? കാരണം നല്ലവനായ മഹാബലിയെ ചവിട്ടി പാതാളത്തിലാക്കിയ മഹാവിഷ്ണുവിനെ എന്തിനാണ് ഹിന്ദുക്കൾ ആരാധിക്കുന്നത്? അങ്ങനെ സാധാരണക്കാർക്ക് നന്മ ചെയ്യുന്ന ഒരാളെ ഉപദ്രവിക്കുന്നതാണോ ഒരു ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം? അപ്പോൾ ഇത്തരത്തിലുള്ള കഥ നമ്മൾ നിരവധി കേട്ടിട്ടുണ്ട്. ഈ ഒരു ചോദ്യം അതുകൊണ്ട് തന്നെ നമുക്കുണ്ടാകും. രണ്ടാമത് നമുക്കുണ്ടാകുന്ന ഒരു സംശയം അല്ലെങ്കിൽ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ എന്ന് വെച്ചാൽ 5-ാമതാണ് വാമനൻ്റെ അവതാരം ഉണ്ടാകുന്നത്, 5-ാമത്തെ അവതാരം. എന്നാൽ നമ്മളെല്ലാം പഠിച്ചിരിക്കുന്നത് 6-ാമതായി വന്നിട്ടുള്ള പരശുരാമൻ മഴുവെറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 5-ാമത്തെ അവതാരമായ വാമനൻ ഈ പരശുരാമൻ കേരളം ഉണ്ടാക്കുന്നതിന് മുമ്പ് എങ്ങനെ കേരളത്തിലുണ്ടായി? കേരളത്തിൽ നിന്ന് എങ്ങനെ മഹാബലിയെ ചവിട്ടി താഴ്ത്തി?
ഇതും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സംശയമാണ്. മറ്റൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഏത് കണ്ണുപൊട്ടനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു ആന ഒരു മുയലിനെ ചവിട്ടിയാൽ ഭൂമിക്കടിയിൽ താഴ്ന്നു പോകുമോ അല്ലെങ്കിൽ ചതഞ്ഞരഞ്ഞു പോകുമോ? നമുക്കറിയാം എന്താണ്, ചതഞ്ഞരഞ്ഞു പോവുക മാത്രമാണ് ചെയ്യുക. എന്നാൽ ഇവിടെ അതിഭീമാകാരനായിട്ടുള്ള വാമനൻ മഹാബലിയെ ചവിട്ടി അത് പാതാളത്തിലേക്ക് താഴ്ന്നു പോകുന്നു എന്ന് പറയുമ്പോൾ അത് വിഡ്ഢിത്തമാണ്. അതൊക്കെ ബാലമംഗളത്തിലും ബാലരമയിലും മാത്രം കൊടുക്കാൻ പറ്റുന്ന ഒരു കഥയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതെല്ലാം പൊട്ടത്തെറ്റുകളാണ്. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന കഥകൾ ഏത് ഗ്രന്ഥത്തിലാണുള്ളത്? ആരാണത് എഴുതിയത്? ഇവിടെ മഹാബലിയുടെ 3 അടി മണ്ണിന് ചോദിക്കുന്നു, എന്നിട്ട് ചവിട്ടി താഴ്ത്തുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. പാതാളത്തിലേക്ക് അയച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. കേരളം ഭരിച്ചതാണെന്ന് പറയുന്നുണ്ടല്ലോ. മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നൊക്കെ പാടി നടക്കുമ്പോൾ അത് കേരളത്തിൻ്റെ സ്വന്തം മാവേലിയെക്കുറിച്ച് നമ്മൾ പറയുന്നു. എന്നാൽ ഈ മഹാബലിയെക്കുറിച്ചുള്ള ചരിത്രം ഏത് ഗ്രന്ഥത്തിലാണ് ഉള്ളത്? ഭാഗവതത്തിലുണ്ടോ? അല്ലെങ്കിൽ മഹാഭാരതത്തിലുണ്ടോ? രാമായണത്തിലുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും പുണ്യപുരാണ ഗ്രന്ഥങ്ങളിൽ ഈ ഒരു കഥ കാണാൻ പറ്റുമോ? ഇല്ല. ഇങ്ങനെ ഒരു കഥ നമ്മുടെ പുരാണത്തിൽ എവിടെയുമില്ല. പിന്നെ എങ്ങനെയാണ് മഹാവിഷ്ണുവും മഹാബലിയും വാമനനും ഒക്കെ വരുന്ന കഥ ഉണ്ടായിട്ടും നമ്മുടെ പുരാണത്തിലില്ല എങ്കിൽ പിന്നെ അത് എവിടെ നിന്ന് ആ കഥ ഉത്ഭവിച്ചു? യഥാർത്ഥത്തിൽ ഹിന്ദുക്കളായ നമ്മളെ വിഡ്ഢികളാക്കാൻ വേണ്ടി ആരോ ചമച്ചുണ്ടാക്കിയ കഥകൾ. കുറേ അതിശയോക്തിയോട് കൂടിയിട്ട് പ്രസിദ്ധീകരണങ്ങൾ ഇറക്കുന്ന ഇത് പ്രത്യേകിച്ച് പറയാം, തുറന്നു പറയാം, ഹിന്ദു വിരുദ്ധരായ ആൾക്കാർ ഹിന്ദുക്കളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി തന്ത്രപൂർവം പടച്ചുണ്ടാക്കിയ ഒരു കഥ. അപ്പോൾ ചോദിക്കും, എന്നാൽ തിരുവോണത്തിൻ്റെ യഥാർത്ഥ കഥ എന്താണെന്ന്? അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹാബലി എന്ന് പറയുന്ന ഒരു രാജാവ്, അദ്ദേഹം കേരളത്തിലല്ല രാജ്യം ഭരിച്ചിരുന്നത്. അദ്ദേഹം ഭരിച്ചിരുന്നത് ഈ ഭൂമിയിലുമല്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം പാതാളവാസിയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ പാതാളവാസിയായിട്ടുള്ള മഹാബലി ഭൂമിയിലുള്ള നർമ്മദാ നദിയുടെ തീരത്ത് അതിൻ്റെ വടക്കേ കരയിലുള്ള ഭൃഗുകച്ചം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് യാഗം നടത്തിയിട്ടുള്ളത്. അത് കൃത്യമായിട്ട് ഓർമ്മ വേണം. ഭൃഗുകച്ചം, നർമ്മദാ നദിയുടെ തീരം, അത് ഉത്തരേന്ത്യയിലാണ്, കേരളത്തിലല്ല. നമ്മുടെ കേരളത്തിൽ നർമ്മദാ നദി എന്ന് പറഞ്ഞൊരു നദിയേ ഇല്ല. അപ്പോൾ ആ നദിയുടെ തീരത്ത് വെച്ചാണ് ഈ പറയുന്ന മഹാബലി യാഗം നടത്തിയത്. എന്തിനാണ് യാഗം നടത്തുന്നത്? നമ്മളൊക്കെ പറയും അശ്വമേധ യാഗം 100 എണ്ണം നടത്തി അതിൻ്റെ ഇന്ദ്രപദവി മോഹിച്ചിട്ടാണെന്ന്. അല്ല, വളരെ കൃത്യമായിട്ട് ഒരു ശ്രേഷ്ഠമായ ഗ്രന്ഥമുണ്ട് ഈ ഒരു കഥയെക്കുറിച്ച് പറയുന്ന. ഭാഗവതത്തിലുണ്ട്, രാമായണത്തിൽ പറയുന്നുണ്ട്, മറ്റു നിരവധി പുണ്യഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ടെങ്കിലും ഇവിടെ ഞാൻ കാണിക്കുന്നത് വാമന പുരാണമാണിത്. ഈ വാമന പുരാണത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ ഒരു കഥ വിവരിക്കുന്നുണ്ട്. ആ കഥയിൽ പറയുന്ന കാര്യം വളരെ നമ്മൾക്ക് എല്ലാവർക്കും നല്ലൊരു വെളിച്ചം തരുന്നൊരു കഥയാണ്. എന്തെന്നാൽ ഈ ദേവന്മാരും അസുരന്മാരും പണ്ടേ ശത്രുതാ മനോഭാവത്തോടുകൂടി നിന്നതാണ്. പക്ഷേ ദേവന്മാർക്കും അസുരന്മാർക്കും ശത്രുത ഉണ്ടാവാൻ കാരണം എന്താണ്? അതിഥി, ദിതി എന്നീ 2 സ്ത്രീകൾ, ഇത് 2 പേരും ദക്ഷ പ്രജാപതിയുടെ മക്കളാണ്. ഇവർ 2 പേരെയും വിവാഹം കഴിച്ചത് കശ്യപ പ്രജാപതിയായിരുന്നു. എന്നാൽ ഈ പെൺകുട്ടികൾ നമ്മൾക്കറിയാം, ഇന്ന് നമ്മുടെ കുടുംബത്തിൽ കാണുന്നത് പോലെ തന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇവർക്ക് നല്ല സ്നേഹമാണ് പരസ്പരം. പക്ഷേ കല്യാണം കഴിച്ചതിന് കൂടിയിട്ട് എന്തായി അവസ്ഥ? സഹോദരിമാർക്ക് അസൂയയും കുശുമ്പും പുന്നായ്മയും ഒക്കെ ഉണ്ടാവുമല്ലോ. അത് തന്നെ അവിടെയും നടന്നു. അതിൽ അതിഥിയുടെ പുത്രന്മാരായിട്ടാണ് ദേവന്മാരൊക്കെ ജനിക്കുന്നത്. ദിതിയുടെ പുത്രന്മാരാണ് അസുരന്മാർ. ഇവരൊക്കെ വളരെ നല്ല സൗഹൃദത്തിൽ കഴിഞ്ഞു. പക്ഷേ ഈ അമ്മമാരുടെ പിണക്കം കാരണം ആ പിണക്കം മക്കളിലേക്കും എത്തി എന്ന് വേണം പറയാൻ. ഇത് തന്നെയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. പുരാണം വെറുതെ വായിച്ചു പോകേണ്ടതല്ല, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മൾക്കിടയിലുള്ളത്. നമ്മുടെ മക്കളും ജ്യേഷ്ഠൻ്റെ മക്കളും അനിയൻ്റെ മക്കളൊക്കെ ആയിട്ട് നമ്മൾ തെറ്റിപ്പിരിയുന്നില്ലേ? ഇതിന് കാരണം എന്താ? മാതാപിതാക്കൾ തമ്മിലുള്ള ആ വൈര്യം. ആ തരത്തിൽ ഇവിടെ വൈര്യമുണ്ടായപ്പോൾ അവർ തമ്മിൽ ശത്രുക്കളായി. അപ്പോൾ മക്കളോട് പറയും, നിങ്ങൾ അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, അവരെ എങ്ങനെ ഇല്ലാതെയാക്കണം എന്നൊക്കെ പറഞ്ഞ് പരസ്പരം അവർ സ്പർദ്ധ വളർത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ദേവന്മാർ ഈ പറയുന്ന മഹാബലിയാകുന്ന അസുരന്മാരുടെ അക്രമം നിമിത്തം ദേവലോകമൊക്കെ വിട്ടു ഓടേണ്ടി വന്നു. വേറെ എവിടെയും കഴിയാൻ പറ്റാത്ത അവസ്ഥയായി. ദേവന്മാർക്ക് ഏറ്റവും കൂടുതൽ ഗുണം ലഭിച്ചിരുന്നത്
ഭൂമിയിൽ മനുഷ്യന്മാർ ചെയ്യുന്ന ശ്രേഷ്ഠമായ കർമ്മങ്ങളിലൂടെ യാഗങ്ങളും യജ്ഞങ്ങളും ഹോമങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന പുണ്യമാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുണ്ടാക്കി കൊടുത്തത് ദേവന്മാർക്ക്. അപ്പോൾ ഈ ദേവന്മാർക്ക് ഈ ശ്രേഷ്ഠത കിട്ടാതിരിക്കാൻ വേണ്ടി മഹാബലിയുടെ കിങ്കരന്മാർ വളരെ കൃത്യമായിട്ട് അവിടെ ഒരു നിർദ്ദേശം കൊടുത്തു, ഇനി ഒരൊറ്റ ഒരാൾ ദേവന്മാർക്ക് വേണ്ടി പൂജയോ ഹോമങ്ങളോ യാഗങ്ങളോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഋഷീശ്വരന്മാരെ മുനിമാരെയൊക്കെ തന്നെ വകവരുത്താനും ക്രൂരമായി പീഡിപ്പിക്കാനും തുടങ്ങി. ആള് നല്ല ആളാണ്. ആര്? മഹാബലി. എന്തുകൊണ്ട്? മഹാബലിയുടെ പ്രജകളെ വളരെ കൃത്യമായി പരിപാലിച്ചിരുന്നു. പക്ഷേ എന്താണ്, അതേ അവസരത്തിൽ സ്വന്തം സഹോദരന്മാരായ ദേവന്മാരെ അതിക്രൂരമായി പീഡിപ്പിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ആ പീഡനം സഹിക്കാൻ പറ്റാതെ എവിടെയും നിൽക്കാൻ കഴിയില്ലാതെ അവസാനം അവർ ചെന്നെത്തിയത് ബ്രഹ്മലോകത്താണ്. ഈ ബ്രഹ്മലോകത്തേക്ക് എല്ലാവർക്കും കടന്നു ചെല്ലാൻ പറ്റില്ല. ദേവലോകം നിലവിലിപ്പം അസുരന്മാരുടെ കയ്യിലാണ്. അസുരന്മാരുടെ കയ്യിലാണെന്ന് മാത്രമല്ല, 14 ലോകത്തിൻ്റെയും അധിപനായിട്ട് മഹാബലി ഇങ്ങനെ വിരാജിക്കുകയാണ്. എന്നിവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കുക. ഈ മഹാബലി എന്ന് നമ്മൾ പറയുന്നത് തൽക്കാലം മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ പേര് മഹാബലി എന്നല്ല, അദ്ദേഹത്തിൻ്റെ പേര് ഇന്ദ്രസേനൻ എന്നാണ്. അങ്ങനെ ഇന്ദ്രസേനൻ ഇങ്ങനെ മുഴുവൻ അതിലേക്ക് ഇങ്ങനെ വിരാജിച്ചുകൊണ്ടിരിക്കുക. എല്ലാ സുഖഭോഗങ്ങളും ഇതായി ദേവന്മാരെയൊക്കെ ആട്ടിയോടിച്ച് എല്ലാവരും തൻ്റെ കാൽ കീഴിലാക്കി ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഈ ദേവന്മാർ അമ്മ പറഞ്ഞു കൊടുക്കുക, ആര്? ദിതി പറഞ്ഞു കൊടുക്കുക, ദേവന്മാർ ഏതെങ്കിലും ഒരു അവസരത്തിൽ അവസരം കിട്ടിയാൽ നിന്നെ ആക്രമിക്കും, അതുകൊണ്ട് അവരെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യണം, അതുകൊണ്ട് അവരിപ്പോൾ ബ്രഹ്മലോകത്തുണ്ട്, നീ അവിടെ ചെന്ന് അവരെ ആക്രമിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ ഈ ബ്രഹ്മലോകത്തേക്ക് പോകാൻ അറിയില്ല, അല്ലെങ്കിൽ പോകാൻ കഴിയില്ല. അവിടെ പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ കഴിവുള്ളവർക്ക് മാത്രമേ പോകാൻ പറ്റൂ. എന്താണ് ആ കഴിവ്? അത് 100 അശ്വമേധ യാഗങ്ങൾ നടത്തി ഭഗവാന്റെ പ്രീതി സമ്പാദിച്ചവർക്ക് മാത്രമേ അവിടത്തേക്ക് കടന്നു ചെല്ലാൻ പറ്റൂ. ഇന്ദ്രൻ പദവിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ 100 അശ്വമേധ യാഗങ്ങൾ നടത്തണം, അവർക്ക് മാത്രമേ അവിടെ എത്താൻ പറ്റൂ. അപ്പോൾ നിലവിലുള്ള ഇന്ദ്രനായ പുരന്ദരൻ എന്ന് പറയുന്ന ഇന്ദ്രൻ ഇപ്പോൾ ബ്രഹ്മലോകത്ത് അഭയം തേടിയിട്ടുള്ളത്, അവൻ അവിടുന്ന് പിടിച്ചു കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? 100 യാഗങ്ങൾ നടത്താൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഓരോ യാഗങ്ങളും പടിപടിയായി നടക്കുന്നു. ഈ പടിപടിയായി നടന്ന് 100ാമത്തെ യാഗം ആവാറായി, വിശ്വജിത്ത് എന്ന് പറയുന്ന ഒരു യാഗം. അതും കൂടി പൂർത്തിയായാൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? നേരെ ദേവലോകത്തല്ല ബ്രഹ്മലോകത്തേക്ക് കടന്നു ചെന്ന് സത്യലോകത്ത് കടന്നു ചെന്ന് ദേവന്മാരെ പിടിച്ച് ഇല്ലാതാക്കാൻ കഴിയും. ദിതിക്ക് വളരെ സന്തോഷമായി. കാരണം ഇനി അതിഥിയുടെ മക്കൾ തലയുയർത്തില്ല, എല്ലാത്തിനും ശരിയാക്കാൻ എൻ്റെ മക്കൾ പ്രാപ്തരായി, ഇതാ യാഗം പൂർത്തിയാവാൻ പോകുന്നു. പക്ഷേ ഈ അവസരത്തിൽ വളരെയേറെ ദുഃഖിച്ച് തൻ്റെ മക്കൾക്കുണ്ടാകുന്ന ദുഃഖത്തെ, ഈ കഷ്ടതയെ ഓർത്ത് ആ അമ്മ വളരെയേറെ വേദനിച്ചു. ആ അമ്മ തൻ്റെ ഭർത്താവായ കശ്യപനോട് കാര്യം പറഞ്ഞു. കശ്യപൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു വ്രതം എടുക്കണം, പയോവ്രതം. ആ പയോവ്രതം എടുക്കുക. ആ പയോവ്രതം എടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും, അതിനൊരു പരിഹാരം ചെയ്തു തരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിഗംഭീരമായിട്ട് ആ പയോവ്രതം അനുഷ്ഠിച്ചു നമ്മുടെ അതിഥിയാകുന്ന മാതാവ്. ഇതിന് അവസാനത്തിൽ സാക്ഷാൽ നാരായണൻ അതിഥിയുടെ മുന്നിലേക്ക് വന്നു. എന്ത് വരമാണ് വേണ്ടത് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, എൻ്റെ മക്കൾക്കൊരു സംരക്ഷണം കൊടുക്കണം. എൻ്റെ മക്കൾ ഇപ്പോൾ സ്വന്തം രാജ്യം വിട്ട് അല്ലെങ്കിൽ എവിടെയും യാത്ര ചെയ്യാൻ പറ്റാതെ അഭയാർത്ഥികളായി പേടിച്ചരണ്ട് ബ്രഹ്മലോകത്ത് കഴിയുകയാണ്. അവിടെയും നാശം വിതയ്ക്കാൻ വേണ്ടി എൻ്റെ സഹോദരിയുടെ മക്കൾ അങ്ങോട്ട് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് അതിൽ നിന്ന് എൻ്റെ മക്കളെ രക്ഷിക്കണം. ശരി, അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന വാമനമൂർത്തി അവിടെ മറ്റൊരു അനുഗ്രഹം കൂടി കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ അതിന് പരിഹാരമായി ഞാൻ അങ്ങയുടെ പുത്രനായി ജനിക്കും, ആ ജനിച്ചിട്ട് ഞാൻ അതിന് വേണ്ടത് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ ഈ വാമനമൂർത്തി അതിഥിയുടെ ഗർഭത്തിൽ വളരുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് ഈ അവസരത്തിൽ നേരെ മറുഭാഗത്ത് എവിടെ മഹാബലിയുടെ അടുത്ത് മറ്റു ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഗർഭപാത്രത്തിൽ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം കണ്ടതോടു കൂടിയിട്ട് അസുരന്മാരുടെ ചൈതന്യം കുറയാൻ തുടങ്ങി. കാരണം സാക്ഷാൽ നാരായണൻ അവതരിക്കുന്നത് എന്തിനാണ്? ഇവരുടെ നാശം വരുത്താനാണ്, അല്ലെങ്കിൽ ഇവരുടെ ആ ക്രൂരത ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. ആ ക്രൂരത ഇല്ലാതാക്കുന്ന അവസരത്തിൽ അതിന് മുന്നോടിയിട്ട് നാരായണൻ അവതാരമെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ അസുരന്മാരുടെ തേജസ്സൊക്കെ ഇല്ലാതാവാൻ തുടങ്ങി. ഉടൻ തന്നെ മഹാബലിക്കും തോന്നി എന്തോ ഒരു ദുർനിമിത്തം കാണുന്നു. അപ്പോൾ ഈ ദുർനിമിത്തത്തിൻ്റെ കാരണം അറിയാൻ വേണ്ടിയിട്ട് പലരോടും ചോദിച്ചു, ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. അവസാനം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് വിരോചനൻ,
അദ്ദേഹത്തിൻ്റെ അച്ഛൻ വിരോചനൻ്റെ അച്ഛനാണ് പ്രഹ്ലാദൻ. നമുക്കറിയാലോ, ഹിരണ്യകശിപു നരസിംഹമൂർത്തിയുടെ അക്രമത്തിൽ കൊല്ലപ്പെടുന്നത് ഈ പ്രഹ്ലാദൻ നിമിത്തമാണ്. അപ്പോൾ ആ പ്രഹ്ലാദൻ വളരെ ഗംഭീരമായിട്ട് വാഴുന്ന ആ സ്ഥലം, മഹാവിഷ്ണുവിൻ്റെ സംരക്ഷണത്തിൽ കഴിയുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അവിടത്തേക്ക് മഹാവിഷ്ണുവിൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ കാണാൻ വേണ്ടി ഈ ചെറുമകനായിട്ടുള്ള മഹാബലി പോകുന്നു. എന്നിട്ട് ചോദിക്കാണ്, മുത്തശ്ശ എനിക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ തേജസ്സൊക്കെ ഇങ്ങനെ പോയി, ആർക്കും ഒരു ഉണർവില്ല. ഇപ്പോൾ യാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പകുതിക്ക് നിർത്തേണ്ടി വരുന്നൊരു ഘട്ടത്തിലുള്ളത്. അപ്പോൾ എന്താണ് ഇതിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു ഭക്തനായ അദ്ദേഹം പറയുന്നു, എന്താണെന്നറിയോ, അത് സാക്ഷാൽ നാരായണൻ വിഷ്ണു ഭഗവാൻ അതിഥിയുടെ നിന്റെ അമ്മയുടെ സഹോദരിയുടെ ഗർഭപാത്രത്തിൽ ഉത്ഭവിച്ചിട്ടുണ്ട്. ആ ഉത്ഭവിക്കുന്നതിൻ്റെ കാരണമാണ് ക്രൂരന്മാരായ അസുരന്മാർക്ക് ഇത്തരത്തിലുള്ള നാശം സംഭവിക്കാൻ, അല്ലെങ്കിൽ ചൈതന്യം ഇല്ലാതാവാൻ കാരണമെന്ന് പറയുന്നു. അപ്പോഴാണ് ഈ പറയുന്ന മഹാബലി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഞാൻ ഇവിടെ വായിച്ചത് ഇവിടെ ഫോട്ടോയിലൂടെ നിങ്ങൾക്ക് കാണിക്കുകയും ചെയ്യാം. അപ്പോൾ അതെന്താ ചോദിച്ചത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. മഹാബലിയുടെ ഇത് കാര്യം പറയുമ്പോൾ വെറുതെ പറയുകയല്ല. കാരണം വെച്ചാൽ ഇതൊക്കെ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുന്നേ എഴുതി വെച്ച ഗ്രന്ഥമാണ്. 18 പുരാണങ്ങളിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള വാമന പുരാണം. ആ വാമന പുരാണം ഇന്നലെയോ 100 200 വർഷങ്ങൾക്ക് ഇപ്പുറം എഴുതിയതല്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ പുരാണത്തിൽ വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്ന ഒരു കാര്യമാണ്. എന്താണ് ഈ അവസരത്തിൽ പറയുന്നത് എന്ന് നമുക്കിവിടെ നോക്കേണ്ടത്. നോക്കൂ, നമ്മെ ഭയപ്പെടുത്തുവാൻ ഈ വിഷ്ണു എന്നവൻ ആരാണ് എന്ന് വെച്ചാൽ വിഷ്ണുവിനെ കുറിച്ച് ഒരു ധാരണയില്ല മഹാബലിക്ക്. എന്നിട്ട് ചോദിക്കുകയാണ്, ഈ വിഷ്ണു എന്നവൻ ആരാണ്? വാസുദേവനേക്കാൾ കരുത്തരായ അസഖ്യം ദൈത്യന്മാർ എൻ്റെ കീഴിലുണ്ട്. ആരാ പറയുന്നത്? മഹാബലി. വിഷ്ണു ആരാണെന്ന് ചോദിക്കുന്ന പുച്ഛഭാവത്തിൽ. അയാളെക്കാളും ശക്തിയുള്ള നിരവധി അസുരന്മാർ എൻ്റെ ഇവിടെയുണ്ട്. ഇന്ദ്രനെയും രുദ്രനെയും വായു പാവകാദി ദേവന്മാരെ പോർക്കളത്തിൽ പല തവണ തോൽപ്പിച്ച, അല്ലെങ്കിൽ അവരെ സ്വർഗം വിട്ട് ഓടിപ്പിച്ച നിരവധി ആൾക്കാർ എൻ്റെ കീഴിലുണ്ട് എന്നിവിടെ പറയുന്നു. എന്നിട്ട് മഹാവിഷ്ണുവിനെ വളരെ നിസാരമാക്കിക്കൊണ്ട് സംസാരിക്കുകയാണ് മഹാബലി ചെയ്യുന്നത്. അതിൽ കുറേ ഇതിൽ പറയുന്നുണ്ട്. എൻ്റെ പടത്തലവനായിട്ടുള്ള ശിബി, ശംഖു, അസിലോമാവ്, വിരൂപാക്ഷൻ, ത്രിശിരസ്, മകരാക്ഷൻ, വൃക്ഷപർവാവ്, സീതാക്ഷൻ എന്നിവരും നാനാ ശസ്ത്രവിദഗ്ധരായി മറ്റ് വളരെ പേരുമുണ്ട്. ഇവരിൽ ഓരോരുത്തൻ്റെയും 16-ൽ ഒന്നിനൊക്കുമോ വിഷ്ണു എന്നാണ് പറയുന്നത്. ഒരാളുടെ 16-ൽ ഒരംശം പോലും വിഷ്ണുവിന് ഇല്ല എന്ന് അറിവില്ലാത്തത് കൊണ്ട് മഹാബലി പറയുന്നൊരു ഭാഗം ഇവിടെയുണ്ട്. എന്നുവെച്ചാൽ മഹാബലിയുടെ മുന്നിൽ സാക്ഷാൽ മഹാവിഷ്ണു വെറും പൂജ്യമാണ്, ഒന്നുമല്ലാത്തവനാണ് എന്നിവിടെ പറയുന്നു. ആര്? മഹാബലി. ആരോട് പറയുന്നു? പ്രഹ്ലാദനോട് പറയുന്നു. ഈ വാക്ക് കേട്ടപ്പോൾ പ്രഹ്ലാദന് കോപം കൊണ്ട് ഇങ്ങോട്ട് വന്നു. കാരണം പ്രഹ്ലാദൻ്റെ ഇഷ്ടമൂർത്തിയാണ്, ഏതവസരത്തിൽ നാരായണ മന്ത്രം ജപിക്കുന്നവനാണ് ആര്? ഈ പറയുന്ന പ്രഹ്ലാദൻ. ആ പ്രഹ്ലാദനോടാണ് അദ്ദേഹത്തിൻ്റെ ആരാധ്യനാമൂർത്തിയായിട്ടുള്ള വിഷ്ണുവിനെ കുറിച്ച് മഹാബലി പറയുന്നത്. ഉടൻ തന്നെ അദ്ദേഹം പറയുന്നത് തിരിച്ചു പറയുന്നതും കൂടി ശ്രദ്ധിക്കൂ. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എന്താണെന്നുള്ളത്. പൗത്രൻ്റെ ഈ വാക്ക് കേട്ടിട്ട് ക്രോധം മുഴുത്ത പ്രഹ്ലാദൻ വിഷ്ണുവിനെ ആക്ഷേപിക്കുന്ന ബലിയെ, ഇന്ദ്രസേനനാണ്, നോക്കണം, ബലി എന്താണ് പറയുന്നത്? ചീ ചീ എന്നിങ്ങനെ ശകാരിച്ചു. നീ പാപിയും ദുർബുദ്ധിയും കഥയില്ലാത്തവനുമാണ്. വിഷ്ണുവിനെ നിന്ദിക്കുന്ന നിന്റെ നാവ് വീണു പോകില്ലെന്നോ? ദുഷ്ട, നീ സജ്ജനങ്ങൾക്കും ശോച്യനും നിന്ദനുമാകുന്നു. ബുദ്ധികെട്ട നീ ത്രിജഗൽ ഗുരുവായ വിഷ്ണുവിനെ നിന്ദിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇത്ര നിഷ്ഠൂരനും ദേവനിന്ദകനുമായ മകൻ പിറന്നതുകൊണ്ട് നിന്റെ അച്ഛനും ശോചനീയനായിപ്പോയി, സംശയമില്ല. നിനക്കും ഈ അസുരമുഖ്യന്മാർക്കും അറിഞ്ഞുകൂടെ എനിക്ക് വിഷ്ണുവിനേക്കാൾ പ്രിയപ്പെട്ടവനായി മറ്റൊരാളില്ലെന്ന്. ഇവിടെ തൻ്റെ പ്രിയ ആരാധനമൂർത്തിയായ വിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രഹ്ലാദൻ കോപം കൊണ്ട് തൻ്റെ ചെറുമകനെ ശകാരിക്കുകയും പിന്നീട് ശപിക്കുകയും ചെയ്യുന്നു. എന്താണ് ശാപം നോക്കാം. ഇവിടെ പറയുന്നു, പാപിയായ മൂഢ, ഗുരുവിൻ്റെ ഗുരുവായി പൂജിതനും പൂജിതനുമായിരിക്കുന്ന ആ നീന്തിരുവടിയെ നിന്ദിക്കുന്ന നീ എങ്ങനെയാണ് അധപ്പതിക്കാതിരിക്കുക?
ഈ ദാനവന്മാരെ നീ ദുർവൃത്തരും ശോചനീയരുമാക്കി തീർത്തു. വാസുദേവനെ നിന്ദിക്കുന്ന നിഷ്ഠൂരനായ നീയാണല്ലോ ഇവരുടെ രാജാവ്. ആദരണീയനും അർച്ചനീയനുമായ വിഷ്ണുവിനെ നീ നിന്ദിച്ചു കളഞ്ഞല്ലോ. അതിനാൽ പാപശീലനായ നീ രാജ്യനാശം അനുഭവിക്കും. എനിക്ക് മനസാ കർമ്മണ വാച വിഷ്ണുവിനേക്കാൾ പ്രിയപ്പെട്ട മറ്റൊരു വസ്തുവില്ലെങ്കിൽ നീ രാജ്യഭ്രഷ്ടനായി കീഴ്പ്പതിക്കും. ഏത് ഭൂതങ്ങൾക്കും ഉറ്റ ശരണമായി ലോകത്തിൽ മറ്റൊന്നില്ലെങ്കിൽ നീ രാജ്യഭ്രഷ്ടനായി എനിക്ക് കാണാനിട വരും. ഇത് പ്രഹ്ലാദൻ പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ പ്രഹ്ലാദൻ മഹാബലിയെ ശപിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. ഇനി എന്താണെന്ന് നോക്കാം. ഈ ശാപം കേട്ടു പിന്നീട് ഈ മഹാബലി അദ്ദേഹത്തിനോട് കേണപേക്ഷിച്ചു. എനിക്ക് വിഷ്ണുവിനെ അറിയില്ല, ശരി തന്നെയാണ്. എന്നാലും എൻ്റെ വാക്കിൽ നിന്നും എന്തെങ്കിലും അങ്ങയ്ക്ക് വിഷമമാകുന്ന തരത്തിൽ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കണം. കാരണം ഗുരുവിനെ നിന്ദിക്കുന്നത് വളരെ പാപമാണ്. അപ്പോൾ ഒരു ഗുരുവിനോട് ആ മകനെപ്പോലെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് പൊറുക്കണം എന്നൊക്കെ പറയുമ്പോൾ പ്രഹ്ലാദൻ പറയുന്നു പൊറുക്കാം, പക്ഷേ ഇത് എന്തായാലും അനുഭവിച്ചേ പറ്റൂ എന്നൊക്കെ പറയുന്നു. അതൊക്കെ ഞാൻ ഈ പുസ്തകത്തിലുള്ളത് വായിക്കുവാണെങ്കിൽ വീണ്ടും ദൈർഘ്യം അങ്ങോട്ട് നിങ്ങളും. അതുകൊണ്ട് അതൊക്കെ ഞാൻ അവിടെ നിർത്തുകയാണ്. അപ്പോൾ യാഗം നടത്താൻ വേണ്ടിയിട്ട് കർമ്മങ്ങൾ ഒരു യാഗം എന്ന് പറഞ്ഞാൽ 1-2 ദിവസത്തേക്കല്ല. കാരണം വിശ്വജിത്ത് യാഗമാണ് ഏറ്റവും അവസാനം നടക്കേണ്ട യാഗമാണ്. അതിന് ഒരുപാട് കർമ്മങ്ങൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകെയായി ശ്രദ്ധയും കാര്യങ്ങളും ഒക്കെ തന്നെ. പക്ഷേ ഈ ശ്രദ്ധയുടെ കാര്യങ്ങൾക്കിടയിൽ മറുഭാഗത്ത് ആ പറയുന്ന അതിഥി ദേവി ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നു. മറുഭാഗത്ത് മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി ആ യാഗം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ബലിയും മറന്നു, പ്രഹ്ലാദനും മറന്നു എന്ന് വേണം നമ്മൾ നിരീക്ഷിക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നീട് ഈ പറയുന്ന തൻ്റെ പിതാമഹനെ വിഷ്ണുവിലുണ്ടായ ഭക്തി ഈ പറയുന്ന മഹാബലിയിലേക്കും ഈ മുത്തച്ഛൻ പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് മഹാബലിക്ക് ഈ വിഷ്ണുവിനോടൊരു ഭക്തി വന്നു തുടങ്ങി. മുത്തച്ഛനിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അങ്ങനെ മുത്തച്ഛനിൽ നിന്നും കിട്ടിയ ആ ഭക്തി ഈ മഹാബലിക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ ഉറഞ്ഞു വന്നു തുടങ്ങി. നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, മുത്തശ്ശിമാരെ നാമം ജപിക്കുമ്പോൾ അടുത്ത് മക്കളെ പിടിച്ചിരുത്തണം എന്നൊക്കെ പറയുന്നില്ലേ. മുത്തശ്ശിമാർ വിചാരിച്ചാൽ മാത്രമേ മക്കളെ നേരായ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. നോക്കാം ഇനി എന്താണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ അവസരത്തിൽ അവിടെ ഈ നാരായണൻ അവതാരമെടുത്തു. വടുരൂപത്തിൽ ചെറിയ കുള്ളനായിട്ടുള്ളൊരു ബ്രാഹ്മണ ബാലൻ്റെ രൂപത്തിൽ അവതാരമെടുത്തു. എന്നുവെച്ചാൽ ജനിച്ചു വീണ ഉടൻ തന്നെ ആ വടുരൂപത്തിൽ വളർന്നു എന്നാണ് ഭാഗവതത്തിലും ഈ പറയുന്ന നമ്മുടെ വാമന പുരാണത്തിലൊക്കെ പറയുന്നു. ജനിച്ചു കഴിഞ്ഞു ഉടൻ തന്നെ ആ കുട്ടി വളർന്നു ഒരു വടുരൂപത്തിൽ, ഒരു കുള്ളനായ ബ്രാഹ്മണൻ്റെ രൂപത്തിൽ, അതും വളരെ ശ്രേഷ്ഠമായ ചൈതന്യവത്തോടു കൂടി. ആ ചൈതന്യവത്തോടു കൂടി ജനിച്ചു വീണ ആ ബ്രാഹ്മണ ബാലൻ അവിടെ നിന്നും നേരെ ഈ പറയുന്ന നർമ്മദാ നദിയുടെ തീരത്തേക്ക് പോവുകയാണ്. നർമ്മദാ നദിയുടെ തീരത്ത് അവിടെയാണ് ആര് യാഗം ചെയ്യുന്നത്? ഈ പറയുന്ന ഇന്ദ്രസേനൻ യാഗം ചെയ്യുന്നത്. അപ്പോൾ മഹാബലിയുടെ വരവുണ്ടാകുമ്പോൾ തന്നെ പ്രകൃതിയിലൊക്കെ ഒരുപാട് മാറ്റം വന്നു തുടങ്ങി. കാരണം എന്താ, മഹാബലിയുടെ വരവല്ല, വാമനമൂർത്തിയുടെ വരവുണ്ടാകുമ്പോൾ തന്നെ അവിടെ പ്രകൃതിയിൽ ഒട്ടാകെ മാറ്റം വന്നു തുടങ്ങി. അതുവരെ ഉണ്ടായ അന്തരീക്ഷമൊക്കെ മാറിയ കാർമേഘങ്ങൾ കൊണ്ട് ഇരുട്ടടച്ചു. അതുപോലെ തന്നെ കാറ്റുകൾ വീശി തുടങ്ങി. പ്രകൃതിയിലൊക്കെ ഒരു ദുരിതം സംഭവിക്കുന്നത് പോലെ ഉടൻ തന്നെ മഹാബലി തൻ്റെ ഗുരുവായ ശുക്രനോട് ചോദിച്ചു, എന്താണ് ഈ സംഭവത്തിൻ്റെ പിന്നിലെ? അപ്പോൾ ശുക്രാചാര്യർ തൻ്റെ മനസ്സ് ഇങ്ങനെ നിരീക്ഷിച്ച് ജ്ഞാനദൃഷ്ടിയിൽ ഈ വരുന്ന വരവ് കണ്ട് ഇങ്ങനെ മഹാവിഷ്ണു വാമന രൂപത്തിൽ വരുന്നുണ്ട്. തൻ്റെ ശിഷ്യനായ ഇന്ദ്രസേനോട് പറയുകയാണ്, ഇപ്പോൾ വാമനമൂർത്തി ഇങ്ങോട്ട് വരുന്നുണ്ട്. ആരാ? സാക്ഷാൽ നാരായണനാണ്. നിന്റെ ഈ യാഗം വീക്ഷിക്കാൻ വേണ്ടി വരികയാണ്. ഇങ്ങനെ പറഞ്ഞത്, യാഗം ദീക്ഷിക്കാൻ. ശരി, വന്നോട്ടെ. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത്, അദ്ദേഹം നിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നീ ഒരു കാരണവശാലും അദ്ദേഹം എന്തെങ്കിലും ചോദിച്ചാൽ കൊടുക്കരുത്, ഒരു സാധനവും ദാനം നൽകരുത്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞാൽ എങ്ങനെ ദാനം നൽകാതിരിക്കും? കാരണം ഞാൻ ഏറ്റവും വലിയ ദാനശീലനാണ്. ഒന്ന്. രണ്ടാമത് വെച്ചാൽ യാഗം നടത്തുന്ന സമയത്ത് ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുത്തില്ലെങ്കിൽ യാഗത്തിന് ദോഷം ചെയ്യും. രണ്ടാമത് അറിവുള്ളവരായ ബ്രാഹ്മണന്മാരായ ആൾക്കാർ എന്ന് വെച്ചാൽ അറിവുള്ളവർ പണ്ഡിതനായ ആൾക്കാർ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുത്തില്ലെങ്കിൽ അത് മഹാപാപമായി തീരും. അതുകൊണ്ട് പറ്റില്ല, കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോഴാണ് പറയുന്നത്, അവല്ലെങ്കിൽ നീ അതിൻ്റെ ശിക്ഷ വളരെ ദുരന്തമുണ്ടാക്കും, അതുകൊണ്ട് നീ ചെയ്യരുതെന്നൊക്കെ പറയുന്നു. ഇത് പറയാൻ ശുക്രാചാര്യ പ്രേരിപ്പിച്ചതിന് പിന്നിൽ മറ്റൊരു കഥയുണ്ട്. എന്തെന്നാൽ ഈ പറയുന്ന ഇന്ദ്രസേനൻ്റെ അച്ഛൻ വിരോചനൻ്റെ അച്ഛനാരാ?
ഞാൻ നേരത്തെ പറഞ്ഞ പ്രഹ്ലാദൻ്റെ അച്ഛൻ ആരാണ്? ഹിരണ്യകശിപ്പു. ഈ ഹിരണ്യകശിപ്പു രാജാവാകുന്നതിന് മുമ്പ്, എന്ന് വെച്ചാൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, ഇതൊക്കെ നടക്കുന്നത് കൃതയുഗത്തിലാണ്. കൃതയുഗത്തിൻ്റെ ആ മധ്യമ കാലഘട്ടത്തിൽ മറ്റൊരു അതിക്രൂരനായ അസുരൻ ഉണ്ടായിരുന്നു. ആ ക്രൂരനായ അസുരൻ്റെ സേവകനായിരുന്നു ഹിരണ്യകശിപ്പും ഹിരണ്യാക്ഷനും. അവർ ഭരണം നേടിയിട്ടില്ല ആ അവസരത്തിൽ. അപ്പോൾ ആ അസുരൻ്റെ പേര് ദുന്ദു എന്നാണ്. ഈ ദുന്ദു എന്ന് പറയുന്ന അസുരൻ എല്ലാ ഭാഗങ്ങളും ഇതുപോലെ കീഴടക്കി. അന്നും ഇവർ ദേവന്മാർ പേടിച്ച് ഒളിച്ച സ്ഥലം എവിടെയാ? ഈ പറയുന്ന ബ്രഹ്മലോകത്തായിരുന്നു. അങ്ങനെ ഈ ബ്രഹ്മലോകത്ത് കടന്ന് ബ്രഹ്മാവിനെ അടക്കം നശിപ്പിക്കാമെന്നുള്ള ചിന്തയോടുകൂടി യാഗം നടത്തിയപ്പോൾ അവിടെ ഇതേപോലെ മഹാവിഷ്ണു വടുരൂപത്തിൽ വന്ന് 3 അടി മണ്ണിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ അവസരത്തിലും ഇതേ ഈ ദുന്ദു പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണം ചെയ്തോളൂ, എത്ര വേണമെങ്കിൽ എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ അഹങ്കാരം കൊണ്ടപ്പോൾ 3 അടി കൊണ്ട് തന്നെ, 3 അടിയല്ല 2 അടി കൊണ്ട് തന്നെ എല്ലാ ലോകങ്ങളും അളന്നു. 3ാമത്തെ അടി വെക്കാൻ സ്ഥലമില്ലാത്ത ആ സമയത്ത് ഈ പറയുന്ന വടുരൂപത്തിലുള്ള വാമനം, വലിയ രൂപമാണല്ലോ, ഈ ദുന്ദുവിൻ്റെ ശരീരത്തിലേക്ക് അങ്ങ് വീണു എന്ന് പറഞ്ഞ്. അങ്ങനെ ഭൂമി 3000 യോജന ആഴത്തിലേക്ക് കുഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു. ഇത്രയും ഭീമാകാരമായ ശരീരം ആ ഭൂമിയിലേക്ക് ഈ പറയുന്ന ദുന്ദുവിൻ്റെ ശരീരത്തിലോട് വീണപ്പോൾ അങ്ങോട്ട് കുഴിഞ്ഞുപോയി. ആ കുഴിഞ്ഞ സ്ഥലത്ത് മണ്ണ് വാരി വലിച്ചിട്ട് അദ്ദേഹത്തിന് അതിൽ മൂടിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും വലിയൊരു വിപത്ത് ഇതിനു മുമ്പ് വാമനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭയമാണ് ഇവിടെ മഹാബലിയോട് ഈ ഒരു കാര്യം ഉണർത്തിക്കാൻ ശുക്രാചാര്യരെ പ്രേരിപ്പിച്ചത്. നീ ഒരു കാരണവശാലും ഒരു സാധനവും കൊടുക്കുമെന്ന് പറയരുത് എന്ന്. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് വാമന പുരാണത്തിൽ പറയുന്ന കഥയാണ്. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ തന്നെ വാമന പുരാണമാണ്. അപ്പോൾ അവിടെ ഇങ്ങനൊരു അപകടം വരുമെന്നുള്ളതുകൊണ്ട് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ അദ്ദേഹം ചിന്തിച്ചെന്തറിയാം, അദ്ദേഹം വന്ന് ചോദിച്ചാൽ എന്തായാലും കൊടുക്കണം. ഞാൻ 17-14 ലോകത്തിൻ്റെ അധിപതിയാണ്. മാത്രമല്ല എൻ്റെ അടുത്തില്ലാത്ത വസ്തുക്കളൊന്നുമില്ല. അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാലും എനിക്കൊന്നും നഷ്ടം വരാനൊന്നുമില്ല. അദ്ദേഹം എത്ര ചോദിച്ചാലും കൊടുക്കാനുള്ള സമ്പത്ത് എൻ്റെ അടുത്തുണ്ട് എന്ന ഭാവത്തിൽ ഒരു അഹങ്കാരത്തോടു കൂടി അദ്ദേഹം അവിടെ നിന്നു. ഈ അവസരത്തിലാണ് ആര് വരുന്നത്? ഈ പറയുന്ന വാമനം വരുന്നത്. വാമനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് മഹാവിഷ്ണു ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ മഹാവിഷ്ണു എൻ്റെ അടുത്ത് എന്തിനാണ് വന്നത്? യാചിക്കുവാൻ. അങ്ങനെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, യാചിക്കുവാനാണ് വന്നിട്ടുള്ളത് എന്ന്. അപ്പോൾ ആ ഇദ്ദേഹത്തിനൊരു സന്തോഷമുണ്ട്. എന്തുകൊണ്ടാ? തൻ്റെ മുത്തച്ഛൻ ആരാധിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ വിശ്വരൂപം കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ ആ ഭഗവാനെ കാണാൻ കഴിയുന്നത് ഏറ്റവും വലിയ ശ്രേഷ്ഠമാണ്. അപ്പോൾ അത് കാണാനും കഴിയും. കാരണം എൻ്റെ മുത്തച്ഛൻ എന്ന് പറഞ്ഞാൽ അത്രയും ശ്രേഷ്ഠനാണ്. അപ്പോൾ ആ മുത്തച്ഛൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയെ കാണാൻ കഴിയുമല്ലോ എന്നുള്ള സന്തോഷമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല ഈ വിഷ്ണുവിൻ്റെ മാഹാത്മ്യം. അതുകൊണ്ടാണ് എന്ത് വേണമെങ്കിലും കൊടുക്കാം എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിലേക്ക് വന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? ഉടൻ തന്നെ ചോദിച്ചത്, എനിക്ക് 3 അടി മണ്ണാണ് വേണ്ടത് എന്ന്. ഈ 3 അടി മണ്ണിന് ചോദിച്ചപ്പോൾ മഹാബലി അല്ലെങ്കിൽ ഇന്ദ്രസേനൻ പറയുന്ന ഒരു മറുപടി വളരെ വിഷമമുണ്ടാക്കുന്നതാണ്. എന്തുകൊണ്ടാണ്? ഇന്ദ്രസേനൻ എന്നൊരു അഹങ്കാരം, ഞാൻ എല്ലാവരെക്കാളും ഉയർച്ചയാണ്, എല്ലാ സമ്പത്തും എൻ്റെ അടുത്തുണ്ട്, എത്ര വേണമെങ്കിൽ ആർക്കും വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ ആ വാമനൻ ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി കൊടുക്കുന്നതാണ് ഏറ്റവും കൂടി ശ്രദ്ധിക്കേണ്ടത്. ആ മറുപടി ഇങ്ങനെയാണ്, ഞാനിവിടെ കാണിക്കാൻ നോക്കിക്കോളൂ. മുരാരിയുടെ അരുളിപ്പാട് കേട്ടിട്ട് മഹാബലി ഭാര്യയോടും മകനായ ബാണനോടുമായി ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞു നോക്കണം. ദേഹവലിപ്പത്തിൽ മാത്രമല്ല മനോരാജ്യത്തിലും ഇദ്ദേഹം വാമനനാണ്. എന്ന് വെച്ചാൽ വിശാലമായി ചിന്തിക്കാൻ കഴിവില്ലാത്തവനാണ് ഈ പറയുന്ന വാമനൻ. ദേഹവലിപ്പോ കുള്ളനാണ്. അപ്പോൾ അതുപോലെ തന്നെ ചിന്തിക്കാനുള്ള കഴിവുമില്ല. കാരണം വെറും 3 അടി മണ്ണിനാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്ര ഏതെങ്കിലും വിഡ്ഢികൾ ഇങ്ങനെ വന്ന് ചോദിക്കോ എന്ന ഭാവത്തിലാണ് മകനോടും ഭാര്യയായിട്ട് വിന്ധ്യാവലിയോടും മുന്നിൽ വെച്ചിട്ട് ഇന്ദ്രസേനൻ സംസാരിക്കുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്നിട്ട് പറയാണ്, എന്നെപ്പോലുള്ളവനോട് പോലും 3 അടി സ്ഥലമാണല്ലോ യാചിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ 17-14 ലോകത്തിൻ്റെ അധിപനായിട്ടുള്ള എന്നെ പോലെയുള്ളവനോട് ചോദിക്കുന്നത് കേവലം 3 അടി മണ്ണ്. എന്നിട്ടോ പ്രായേണ ശ്രേഷ്ഠ പുണ്യമൊന്നും ഇല്ലാത്ത അല്പബുദ്ധികൾക്ക് ഈശ്വരൻ ധനവും മറ്റും ഏറെ കൊടുക്കാറില്ല. എന്ന് വെച്ചാൽ ഇവിടെ ബുദ്ധിയില്ലാത്ത ഒരു വിഡ്ഢി കുഷ്മാണ്ഡമാണ് തൻ്റെ മുമ്പിൽ ഉള്ളത് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ശ്രേഷ്ഠ പുണ്യമൊന്നുമില്ലാത്ത അല്പബുദ്ധികൾ, കാരണം ബുദ്ധി തീരെയില്ലാത്ത മന്ദബുദ്ധിയായ ആൾക്കാർക്ക് ഈശ്വരൻ ധനവും
ഒന്നും ഏറെ കൊടുക്കൂല. കാരണം അതുകൊണ്ടാണ് ഇത്രയും ധനമോ സമ്പത്തോ ഭൂമിയോ എന്ത് വേണമെങ്കിലും ചോദിക്കുക, എന്നിട്ട് കേവലം 3 അടി മണ്ണ് മാത്രം ചോദിക്കുന്നത് വിവരമില്ലാത്തത് കൊണ്ടാണ് എന്ന വിധത്തിൽ പറയുന്നു. എന്നിട്ട് എന്താണ് പറയുന്നത്? അവരുടെ ആഗ്രഹവും വിഷ്ണുവിൻ്റേതുപോലെ ലഘുവായിരിക്കും. ഇവിടെ വിഷ്ണുവിനിട്ടൊരു കുത്തു കൊടുത്തു. ആരത്? വിഡ്ഢികളുടെ ആഗ്രഹം വിഷ്ണുവിൻ്റേതുപോലെ ലഘുവായിരിക്കും. വിഷ്ണു ആണല്ലോ വന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. കാരണം വിഷ്ണു വന്നിട്ട് വെറും 3 അടി മണ്ണിനെ ചോദിച്ചത്. ഇവിടെ ഈ വിഡ്ഢിയുടെ രൂപത്തിൽ വന്നിട്ട് 3 അടി മണ്ണ് ചോദിക്കുമ്പോൾ ഇത് രണ്ടും ഒരേ വാളാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം അങ്ങോട്ട് സൂചന കൊടുക്കുക, വിഷ്ണുവിനെയും കൂടി ഒരു പരിഹസിച്ചിട്ട്. പിന്നെ പറയുന്നു, ദൈവം ഭാഗ്യഹീനന് ഒരിക്കലും സമ്പത്ത് കൊടുക്കില്ല എന്ന വിധത്തിൽ പറയുന്നു. ധാതാവായ എൻ്റെ അടുക്കൽ 3 അടി സ്ഥലമാണല്ലോ ഇദ്ദേഹം യാചിക്കുന്നത്. കാരണം ധാതാവായ എൻ്റെ അടുക്കൽ ഇത്രയും ശക്തിയുള്ള കഴിവുള്ള പ്രാപ്തിയുള്ള എൻ്റെ അടുത്ത് വന്നിട്ട് കേവലം 3 അടി മണ്ണിനാണ് ചോദിക്കുന്നത് എന്ന് പുച്ഛഭാവത്തിൽ പറയുന്നൊരു ഭാഗം. ഇതൊന്നും നമ്മുടെ കഥയിൽ നമുക്ക് കേട്ട് കാണില്ല. വാമന പുരാണത്തിൽ വളരെ വ്യക്തമായിട്ട് ഇത് പറയുന്നു. ഇനി എന്താ പറയുന്നത്? ഈ വിധം പറഞ്ഞിട്ട് മഹാബലി വീണ്ടും മാധവനോട് ഉണർത്തിച്ചു, ഹേ വിഷ്ണു. കാരണം വിഷ്ണു ആണ് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ, വടുരൂപത്തിനോടല്ല സംസാരിക്കുന്നത്, വിഷ്ണുവിനോട് തന്നെ അറിഞ്ഞുകൊണ്ട് പറയുന്നു. എന്താണ്? ആന, കുതിര, ദാസിമാർ, സ്വർണം എന്നിവയെയും മറ്റു വേണ്ടുന്നവയെയും യാചിച്ചുകൊള്ളൂ. യാചിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞാൽ എടുത്തുകൊള്ളൂ എന്നല്ല പറഞ്ഞു, ഒരു ഭിക്ഷക്കാരനോട് പറയുന്ന പോലെയാണ് പറഞ്ഞത്, യാചിച്ചുകൊള്ളൂ. യാചകനായിട്ടാണ് ഇവിടെ വിഷ്ണുവിനെ കാണുന്നത്. എന്നിട്ട് പറയുന്നു, ഭഗവാനെ നിന്തിരുവടിയാണ് യാചകൻ. വിഷ്ണുവാന്ന് മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. വിഷ്ണുവിനെ വിളിച്ച് പേര് വിളിച്ച് ഹേ വിഷ്ണു എന്ന് അഭിസംബോധനയായിട്ട് പറഞ്ഞ്, നിങ്ങൾ യാചകനാണ്, നിങ്ങളാണ് യാചകൻ. ദാതാവ് ആരാണ് എന്ന് വെച്ചാൽ കൊടുക്കുന്നത് ആരാണ്? അത് ലോകനാഥനായ ഞാൻ. അഹങ്കാരമല്ലേ ഇത്? നോക്കൂ, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അഹങ്കാരം എല്ലാം വെളിയിലേക്ക് വരികയാണ്. 3 അടി സ്ഥലം തരാൻ എനിക്ക് ലജ്ജ തോന്നിയില്ലയോ? നിങ്ങൾക്ക് 3 അടി തന്നെ മണ്ണിൻ്റെ ചോദിച്ചത്, അത് തരാൻ എനിക്ക് ലജ്ജയാണ്. പകരം പാതാളമോ ഭൂമിയോ ഭുവർലോകമോ സ്വർഗമോ ഏതെങ്കിലും ഞാൻ തരാം. വാമന, മടി കൂടാതെ യാചിച്ചുകൊള്ളൂ. പുച്ഛഭാവത്തിൽ പറയുകയാണ്. ഇതിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോ, പാതാളം, ഭൂമി, ഭുവർലോകം, സ്വർഗം. മനസ്സിലായില്ലേ? പാതാളം, ഭൂമി, ഭുവർലോകം, സ്വർഗം, 4 ലോകങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ഇത് 4ഉം ആരാധിപൻ? ഈ പറയുന്ന മഹാബലിയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യമുള്ളത് യാചിച്ചു കൊള്ളണം എന്നാണ് പറയുന്നത്. ഈ അവസരത്തിൽ വാമനം പറയുന്നത് എന്താണെന്ന് നോക്കൂ. വാമനം പറഞ്ഞു, ആന, കുതിര, ഭൂമി, സ്വർണം മുതലായവയൊക്കെ അത് വേണ്ടുന്നവർക്ക് കൊടുക്കാം. എനിക്കിതേ വേണ്ടു, 3 അടി സ്ഥലം, അത്രേ വേണ്ടു. അങ്ങനെ ശരി, എന്നാൽ പിന്നെ നിന്റെ സൗകര്യം പോലെ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് അളന്നു കൊടുക്കാൻ പറയുന്നു. ഈ അവസരത്തിലാണ് വാമനമൂർത്തി വജ്രം പോലെ തിളങ്ങിക്കൊണ്ട് ആ വിശ്വരൂപം അങ്ങ് കാണിക്കുന്നത്. അതിവിശാലമായ രൂപം, ആ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള രൂപത്തെ അങ്ങ് കാട്ടി. അതോടുകൂടി 1-ാമത്തെ കാൽവെപ്പിൽ ഭൂമിയും ഭൂമിക്ക് താഴെയുള്ള 7 ലോകങ്ങളും അളന്നെടുത്തു. 2-ാമത്തെ കാൽവെപ്പിൽ ഭൂമിക്ക് മുകളിലേക്കുള്ള 7 ലോകങ്ങളും അളന്നെടുത്തു. നോക്കണം, അപ്പം 2 കാൽവെപ്പിൽ 14 ലോകങ്ങൾ അളന്നു. നമുക്കറിയാം 14 ലോകങ്ങളാണെന്ന്. നമ്മൾ പഠിച്ചത് എന്താണ്? നമ്മൾ പഠിച്ചിരിക്കുന്നത് 1-ാമത്തെ കാൽവെപ്പിൽ ഭൂമിയും സ്വർഗവും അളന്നു, 2-ാമത്തെ കാൽവെപ്പ് പാതാളം അളന്നു, ബാക്കി സ്ഥലം കണ്ടില്ലാന്ന്. ബാക്കി ഇനിയും കിടക്കുന്നു 11 ലോകങ്ങൾ. അത് മഹാബലിയുടെ അധീനതയിലുള്ളതാണ്. അപ്പോൾ അതെല്ലാം തന്നെ ഇദ്ദേഹം പിടിച്ചെടുത്തു, എന്നുവെച്ചാൽ അളന്നെടുത്തു. ഇനി 3-ാമത്തെ അടിവെക്കാൻ സ്ഥലമില്ല. അപ്പോഴാണ് ഈ ഗർവിഷ്ഠനായിട്ടുള്ള അഹങ്കാരിയായിട്ടുള്ള മഹാബലിക്ക് ബോധോദയം ഉണ്ടായത്. കാരണം ആർക്ക് എത്ര കൊടുത്താലും തീരാത്ത അത്ര സ്വത്ത് എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള ആ ചിന്തയാണ് അദ്ദേഹത്തിന് ഇതിന് പ്രേരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ നാവിൻ തുമ്പിൽ നിന്ന് ഇങ്ങനെ വരാൻ ഇതാക്കിയത്. അദ്ദേഹത്തിൻ്റെ ഗുരുവിനോടൊരു നിന്ദ തോന്നിയത്. കാരണം അദ്ദേഹം വന്ന് ചോദിച്ചാൽ എത്രയാ ചോദിക്കുക? ഈ സർവ്വലോകത്തിൻ്റെയും 14 ലോകത്തിൻ്റെ അധിപനായ എൻ്റെ അടുത്ത് എന്താണ് ചോദിക്കാനുള്ളതിന് പുച്ഛം. പക്ഷേ ശുക്രാചാര്യർക്ക് ഇത് അറിയായിരുന്നു. അദ്ദേഹം ഉപദേശിച്ചിട്ട് പോലും ഇദ്ദേഹം നന്നായില്ല. നമ്മൾ മഹാബലിയെ പുകഴ്ത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഗുരു ഉപദേശിച്ചിട്ട് നന്നാത്തവൻ നശിക്കും. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിതാമഹൻ്റെ ശാപവും. അപ്പോൾ ഇദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായി. അയ്യോ, ഞാൻ ചെയ്തത് മഹാ അപരാധമായി പോയില്ല, ഇത് എന്ത് ചെയ്യും? അദ്ദേഹം ചിന്തിച്ചു. കാരണം ഇത്രയും മഹത്വം മുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇത്രയും വലിയൊരു മഹത്വം ഞാൻ വിശ്വസിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതെനിക്ക് അറിഞ്ഞിട്ടില്ല.
അദ്ദേഹം ഉടൻ തന്നെ കൈകൾ കൂപ്പി ആ ഭഗവാനെ സ്തുതിച്ചു. മുത്തച്ഛനിൽ നിന്ന് കേട്ടിട്ടുള്ള ആ വാക്കുകൾ കൊണ്ട് ഭഗവാനെ ഇങ്ങനെ സ്തുതിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ പലതും പറഞ്ഞുപോയി. അങ്ങയുടെ മഹത്വം മനസ്സിലാക്കാൻ എനിക്ക് ഏറെ സമയം വേണ്ടി വന്നു. എൻ്റെ മുത്തച്ഛൻ പറഞ്ഞിട്ട് പോലും ഞാൻ ഇത്ര കാര്യഗൗരവത്തിലെടുത്തില്ല. ആചാര്യൻ പറഞ്ഞത് ഞാൻ കാര്യഗൗരവത്തിലെടുത്തില്ല. അപ്പോൾ പക്ഷേ വാക്ക് പറഞ്ഞ പ്രകാരം എൻ്റെ സർവ്വവും അങ്ങേക്കായി. ഇനി ആകെയുള്ളത് ഈ ശരീരം മാത്രമാണ്. പക്ഷെ എൻ്റെ വാക്ക് എനിക്ക് പാലിക്കുകയും വേണം. ആ വാക്ക് പാലിക്കുന്നതിന് വേണ്ടി അങ്ങ് ഏത് രൂപത്തിലാണോ എൻ്റെ മുന്നിൽ വന്ന് ആ 3 അടി മണ്ണിനായി ചോദിച്ചത്, ആ രൂപത്തിൽ അങ്ങ് ചെറിയ ആ വടു രൂപത്തിലൊക്കെ ആയിട്ട് അങ്ങയുടെ പിഞ്ചു കാൽപാദം ഉണ്ടല്ലോ, ആ പിഞ്ചു കാൽപാദം കൊണ്ട് എൻ്റെ ശിരസിൽ വെച്ചിട്ട് 3ാമത്തെ ആ അടി അളവെന്ന് അങ്ങ് സ്വീകരിച്ച് സന്തോഷവനാകണം എന്ന് പറയുന്നു. നോക്കണം, നമ്മളെല്ലാം എന്താ പഠിച്ചത്? ആ മഹാമേരുവിനെ പോലെ വളർന്നിട്ട് ആ കാല് കൊണ്ട് ചവിട്ടി താഴ്ത്തി എന്നല്ലേ? ചവിട്ടി താഴ്ത്തി ചതഞ്ഞരഞ്ഞു പോവുകയുള്ളൂ. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഈ പാദത്തിൽ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കണം, 3 അടിയായി അളന്ന് അനുഗ്രഹിക്കണം എന്ന്. ഇവിടെ നോക്കണം എന്താണെന്ന്. വളരെ ശ്രേഷ്ഠമായ ഒരു അനുഗ്രഹമാണ് പാദം കൊണ്ട് ശിരസിൽ വെച്ച് അനുഗ്രഹിക്കുക. എത്ര സുന്ദരനായാലും എത്ര വലിയ കേമനായാലും ഒരാളുടെ അനുഗ്രഹം വാങ്ങുമ്പോൾ നമ്മൾ എവിടെയാണ് അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി തൊടുന്നത്? അവരുടെ പാദങ്ങളിലാണ്. മാതാവിൻ്റെയും ഗുരുവിൻ്റെയും കാരണവരുടെയും ഒക്കെ മാതാപിതാക്കളുടെ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങുമ്പോൾ നമ്മൾ അവരുടെ പാദം തൊട്ടിട്ടാണ് നമസ്കരിക്കുന്നത്. കാരണം ഈ വ്യക്തിയുടെ ഈ പറയുന്ന മുഴുവൻ ഒരു വ്യക്തി ഉണ്ടല്ലോ, നമ്മൾ ആ ഗുരു ആവാം, മാതാപിതാക്കളാവാം, അവരുടെ മുഴുവൻ എനർജിയും ഈ ശരീരത്തിലുള്ള എനർജി നേരെ വന്ന് നിൽക്കുന്നത് കാൽപാദത്തിലാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി നിൽക്കുന്ന സ്ഥലം കാൽപാദത്തിലാണ്. ആ പോസിറ്റീവ് എനർജി അവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത്. നാരായണൻ്റെതായാൽ പോലും അതുകൊണ്ട് തന്നെയാണ് ഈ ഭൂമിയെ നിലനിർത്തുന്ന ശ്രേഷ്ഠന്മാരായ ആൾക്കാരുണ്ടല്ലോ, ഈ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളെയും നിലനിർത്തുന്നത് ആരാ? ശൂദ്രനാണെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ അവൻ്റെ കഠിനാധ്വാനമാണ്. അതുകൊണ്ടാണ് ശൂദ്രനെ ഭഗവാന്റെ പാദങ്ങളായിട്ട് ഏറ്റവും അനുഗ്രഹീതവരായിട്ട് എല്ലാവരും ഈ പാദങ്ങളിൽ തൊട്ട് അനുഗ്രഹം പാകുന്നത്. എന്ന് വെച്ചാൽ ശൂദ്രനെ ആണ് എല്ലാവരും തൊഴുന്നത് എന്നർത്ഥം. അത് അർത്ഥം മനസ്സിലാക്കുന്നതുകൊണ്ട് പലരും പറയും ശൂദ്രനെ കാലുകൊണ്ട് ഉപമിച്ചു എന്ന്. ആ പാദങ്ങളിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പാദം നമ്മുടെ ശിരസിലേക്ക് വെക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പോസിറ്റീവ് എനർജിയും ആ കാൽപാദത്തിലൂടെ നമ്മുടെ ശിരസിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നു എന്നർത്ഥം. എന്ന് വെച്ചാൽ ആ പാദം കൊണ്ടുള്ള ആ അനുഗ്രഹം ശിരസിൽ പഴയ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഗുരുക്കന്മാരൊക്കെ എങ്ങനെയാണ് അനുഗ്രഹിക്കാറ്? പാദം കൊണ്ട്. അതുപോലെ ഈ മഹാബലിയെ അനുഗ്രഹിച്ചു. ആ മഹാബലി അവിടെ നിന്ന് എന്ത് സംഭവിച്ചു? ഈ അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ മഹാവിഷ്ണു പറയുന്നു, നീ ഏറ്റവും ശ്രേഷ്ഠനാണ്, നീ ഏറ്റവും ശ്രേഷ്ഠനാണ്, നീ എൻ്റെ ഭക്തനായ പ്രഹ്ലാദൻ്റെ പൗത്രനാണ്, നീ ഏറ്റവും ശ്രേഷ്ഠനാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് സർവ്വവിധ ഐശ്വര്യവും നൽകുന്നു. നീ ഇന്ന് ആ ബ്രഹ്മലോകത്തേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചത് എന്തിനു വേണ്ടിയാണ്? നിനക്ക് ദേവന്മാരെ തകർക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നീ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിനക്ക് ബ്രഹ്മലോകത്തെക്കാൾ നീ എന്തിനാണോ ആഗ്രഹിക്കുന്നത്? നിത്യവും ആനന്ദം കിട്ടുന്ന ഏറ്റവും നല്ല സന്തോഷമുള്ള ഒരു സ്ഥലം കിട്ടണം. എല്ലാവരും എന്തിനാണ് ആഗ്രഹിക്കുന്നത്? നമുക്ക് എപ്പോഴും സമ്പത്തുണ്ടാകണം, ഐശ്വര്യം ഉണ്ടാകണം എന്നൊക്കെ നമ്മൾ പറയുന്നത് നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങ് ആഗ്രഹിച്ചതാണല്ലോ. അപ്പോൾ സ്വർഗത്തെക്കാൾ സുന്ദരമായിട്ടുള്ള ഏത് ലോകത്തെക്കാൾ സുന്ദരമായിട്ടുള്ള സുതലം എന്ന് പറയുന്ന സ്ഥലം അങ്ങക്ക് ഞാൻ വിട്ടുതരികയാണ്. നിങ്ങൾ ഇനി അവിടെ പോയി സസുഖം വാഴുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാമനമൂർത്തി ഈ പറയുന്ന മഹാബലിയെ സുതലത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. പാതാളത്തിൽ ചവിട്ടി താഴ്ത്തുകയല്ല ചെയ്യുന്നത്. സുതലം എന്ന് പറയുന്ന മനോഹരമായ ലോകത്തേക്ക്. അത് ഈ പറയുന്ന വാമന പുരാണത്തിലായാലും ഭാഗവതത്തിലായാലും ഏത് ഇത് പുസ്തകത്തിലായാലും നമുക്കത് കാണാൻ കഴിയും. സമീപകാലത്ത് ഇറങ്ങിയ പുസ്തകങ്ങളൊക്കെ പാതാളം എന്ന് കാണാം. കാരണം അത് ഇതിൻ്റെ പിന്തുടർച്ചയായിട്ട് വാമൊഴിയായി വന്നതിൻ്റെ ദോഷമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ആ സുതലത്തിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് ഒന്നും കൂടി പറയുന്നു, അടുത്ത മന്വന്തരത്തിൽ നീ ദേവലോകത്ത് ഇന്ദ്രനായി ഏത് ലോകത്തും പോകാൻ പ്രാപ്തിയുള്ളവനായി ഭവിക്കും. എല്ലാ ലോകത്തും ബ്രഹ്മലോകത്ത് എത്തിച്ചേരാനാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അടുത്ത മന്വന്തരത്തിൽ ഈ ഇന്ദ്രൻ്റെ കാലാവധി കഴിയുമ്പോൾ പിന്നെ ആർക്ക് കിട്ടും? നീ അവിടെ ഇന്ദ്രനായി വാഴും. അതോടൊപ്പം ചെയ്യും ഏത് ലോകത്ത് നിനക്ക് സ്വധൈര്യം കടന്നു ചെല്ലാനുള്ള അനുവാദവും ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയും കാലം വരെ ഇദ്ദേഹം ആരായിരുന്നു? ഇന്ദ്രസേനനായിരുന്നു. അപ്പോൾ ആ തൻ്റെ ഏത് തരത്തിൽ തൻ്റെ നാശം തന്നെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ട് പോലും
മഹത്തായ ഒരു ത്യാഗം അവിടെ ചെയ്യാൻ വേണ്ടി ഇന്ദ്രസേനൻ തയ്യാറായി. മഹാവിഷ്ണു എല്ലാ അനുഗ്രഹങ്ങളും നൽകി. ഈ അനുഗ്രഹം നൽകുന്ന അവസരത്തിൽ മഹാവിഷ്ണു പറയുകയാണ്, തൻ്റെ നിലനിൽപ്പ് പോലും ഇല്ലാതെയാകുമെന്ന് കണ്ടിട്ട് പോലും നീ നിന്റെ വാക്ക് പാലിക്കാൻ തയ്യാറായി. അതിനാണല്ലോ നിന്റെ ശിരസ് മൂന്നാമത്തെ അടിയായി തന്നിട്ടുള്ളത്. അപ്പോൾ ആ മൂന്നാമത്തെ അടിയായി അളക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ ആ നല്ല മനസ്സാണ്, നിന്റെ ത്യാഗമാണ്. അപ്പോൾ മഹത്തായ ത്യാഗം ചെയ്ത നീ ഇനി മുതൽ ആരെയായി അറിയപ്പെടും? സാക്ഷാൽ മഹാബലി എന്ന പേരിൽ അറിയപ്പെടും എന്ന് പറയുന്നു. എന്നുവെച്ചാൽ ബലി എന്ന് പറഞ്ഞാൽ ത്യാഗം എന്നാണ് അർത്ഥം. അപ്പം മഹത്തായ ത്യാഗം എന്ന് വെച്ചാൽ മഹത്തായ ബലി ചെയ്ത നീ മഹാബലി എന്ന പേരിൽ അറിയപ്പെടുമെന്നും കൂടി അനുഗ്രഹം കൊടുത്തു. എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടു പോയ ആ ചൈതന്യം, അല്ലെങ്കിൽ എന്തൊക്കെയാണോ നിങ്ങളുടെ നഷ്ടപ്പെട്ട ഐശ്വര്യം, അതെല്ലാം തന്നെ നിങ്ങളിലേക്ക് ലഭിക്കും. എങ്ങനെ? ഏത് സമയവും ഞാൻ നിങ്ങളോടൊന്നിച്ചുണ്ടാവും. അപ്പോൾ വിഷ്ണു എവിടെയുണ്ടോ അവിടെ ഐശ്വര്യമുണ്ടാവും. വിഷ്ണു ഉള്ളിടത്താണ് മഹാലക്ഷ്മി ഉണ്ടാവുക, മഹാലക്ഷ്മി ഉള്ളിടത്താണ് ഐശ്വര്യം ഉണ്ടാവുക. ശരിയാണല്ലോ. അപ്പോൾ ഞാൻ ഇനി നിങ്ങളുടെ അല്ലെങ്കിൽ അങ്ങയുടെ കാവൽക്കാരനായി സുതലത്തിൽ എപ്പോഴും ഉണ്ടാവും. സുതലം എന്ന് പറയുന്ന ആ ലോകത്തിൻ്റെ കാവൽക്കാരനായിട്ടായിരിക്കും ഞാൻ ഇനി വർത്തിക്കുക, അങ്ങയുടെ നന്മയ്ക്ക് വേണ്ടി, അങ്ങയുടെ സന്തോഷത്തിന് വേണ്ടി എന്ന് പറയും. അങ്ങനെ വളരെയേറെ സന്തോഷങ്ങളും നിരവധി അനുഗ്രഹങ്ങളും നൽകി ആ മഹാബലിയെ സുതലത്തിലേക്ക് പറഞ്ഞയക്കുന്നു. പക്ഷേ ഈ രണ്ട് പുരാണത്തിലും പറയുന്നൊരു കാര്യമുണ്ട്. ഭാഗവത പുരാണമായാലും ഏത് പുരാണം എടുത്തു നോക്കിക്കഴിഞ്ഞാലും പറയുന്നൊരു കാര്യം, മഹാബലിയെ ഇങ്ങനെ ആക്രമിക്കുന്ന ഈ മഹാബലിക്ക് രണ്ട് ഇതുകൊണ്ട് അളന്നെടുത്തല്ലോ. ഈ അളന്നെടുക്കുമ്പോൾ തന്നെ അവിടെയുള്ള നേരത്തെ പറഞ്ഞ ആദ്യ മഹാബലി പറഞ്ഞു, എൻ്റെ നിരവധി അസുരന്മാരുണ്ട്, ഈ വാമനൻ ഈ അസുരന്മാരുടെ മുന്നിൽ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞില്ലേ. അവരിൽ ചിക്ഷുരൻ എന്ന് പറയുന്ന അസുരൻ ഈ അവസരത്തിൽ മഹാവിഷ്ണുവിനെ ആക്രമിക്കാൻ വരികയും ആ മഹാവിഷ്ണുവിൻ്റെ പെരുവിരലിൽ കടിച്ചു പറിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. ആ സമയത്ത് ആ പെരുവിരൽ കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ചവിട്ടിക്കൊന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുവിധ ആൾക്കാരൊക്കെ ആക്രമിക്കാൻ വന്നു. ആക്രമിച്ച അസുരന്മാരെയൊക്കെ തന്നെ തല്ലി ഓടിച്ച് അല്ലെങ്കിൽ നശിപ്പിച്ച് കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശ്രേഷ്ഠമാക്കി അവിടം എന്ന് സുതലത്തിലേക്ക് ഇദ്ദേഹം പോവുകയും ചെയ്തു. ഇവിടെ ചോദ്യം, കേരളത്തിലേക്ക് എങ്ങനെയാണ് ഈ പറയുന്ന തിരുവോണം വരുന്നത് എന്ന്, എന്താണ് തിരുവോണത്തിൻ്റെ പ്രാധാന്യമെന്ന്, അവിടത്തേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം, വിശാലമായിട്ടുള്ളൊരു പ്രഭാഷണമാണ്. തിരുവോണത്തിൻ്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ കാണേണ്ടത് എന്താണെന്നറിയോ? ഈ തിരുവോണം അതിഥി എന്ന് പറയുന്ന ദേവത, ദേവി ഉണ്ടല്ലോ, അസുരന്മാരുടെ ദേവി, ആ ദേവി ഈ വാമനമൂർത്തിക്ക് ജന്മം നൽകിയ ജന്മനക്ഷത്രമാണ് തിരുവോണം. സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെയും ജന്മനക്ഷത്രം തിരുവോണമാണ്. മഹാവിഷ്ണു നിരവധി അവതാരം എടുത്തിട്ടുണ്ട്. പക്ഷെ മഹാവിഷ്ണുവിൻ്റെ അവതാരം മറ്റൊരു ദേവൻ അവതാരത്തിനും ലഭിച്ചിട്ടില്ല. അത് ഈ പറയുന്ന വാമനന് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രവും എന്താണ്? ഈ പറയുന്ന തിരുവോണമാണ്. വാമനമൂർത്തിയുടെ നക്ഷത്രവും തിരുവോണമാണ്. അതുകൊണ്ട് തന്നെ ആ തിരുവോണം ഈ മഹാവിഷ്ണുവിൻ്റെയും വാമനമൂർത്തിയുടെയും ജന്മനാളാണ്. നമുക്കറിയാം ശ്രീകൃഷ്ണ ജയന്തി, ശ്രീകൃഷ്ണൻ ജനിച്ച നക്ഷത്രത്തിലാണ് നമ്മൾ ആഘോഷിക്കുന്നത് ശ്രീകൃഷ്ണ ജയന്തി. അതുപോലെ ഓരോ ഹനുമാൻ ജയന്തി ആയാലും മറ്റു പലതും നമ്മൾ ആഘോഷിക്കുന്ന പോലെ തന്നെയാണ് ഈ പറയുന്ന വാമനൻ്റെയും ജയന്തി അല്ലെങ്കിൽ മഹാവിഷ്ണു ജയന്തിയായിട്ട് തിരുവോണം നക്ഷത്രത്തെ നമ്മൾ കൊണ്ടാടുന്നത്. ഈ സംഭവം നടക്കുന്ന നർമ്മദാ നദിയുടെ തീരത്താണെന്നാണ് പറഞ്ഞത്. ഈ നർമ്മദാ നദിയുടെ തീരത്ത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ തന്നെ ആൾക്കാരും സജ്ജനങ്ങളും അസുരന്മാരും ദേവന്മാരും ഒക്കെ തന്നെ ഇത് വലിയൊരു ആഘോഷമായി കൊണ്ടാടി. കാരണം ഒന്ന് ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളൊരു ഭീതി ഇല്ലാതെയായി. രണ്ടാമത് ആ ഭഗവാന്റെ ഐശ്വര്യപൂർണമായിട്ടുള്ള ചൈതന്യത്തെ കാണാൻ കഴിയുന്നു. ഇങ്ങനെ രണ്ട് ഗുണങ്ങൾ അവിടെ ഉണ്ടായി. മൂന്നാമതൊരു കാര്യം കൂടി ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം ഓരോ ആൾക്കാരുടെയും അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നതാണ്. എങ്ങനെ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നു? ഞാനാണ് ഏറ്റവും വലുത്, എൻ്റെ സ്വത്താണ് ഏറ്റവും വലുത്, എന്നിൽ കവിഞ്ഞ് മറ്റൊന്നില്ല എന്നുള്ള ഒരു അഹങ്കാരം ഉണ്ടല്ലോ. ആ അഹങ്കാരത്തെ ഇല്ലാതാക്കാനാണല്ലോ ആര് വന്നിട്ടുള്ളത്? സാക്ഷാൽ നാരായണൻ. അപ്പോൾ നാരായണൻ്റെ അവതാരമെടുത്ത ആ പുണ്യ ദിവസം ശ്രേഷ്ഠമായ അതൊരു ശ്രാവണ മാസമാണ്. ആ ശ്രാവണ മാസത്തിലാണ് ഈ ഒരു സംഭവം നടന്നത് എന്നുള്ളത് കൊണ്ട് ആ സംഭവം നടന്ന ദിവസം വരും കാലങ്ങളിൽ അവർ ആ ഭഗവാന്റെ ജന്മദിവസമായ തിരുവോണം നാളിൽ ആഘോഷിക്കാൻ തുടങ്ങി. തിരുവോണം എന്ന പേരിൽ തന്നെ മനസ്സിലാക്കണം. ആ കാലഘട്ടത്തിൽ കേരളത്തിൽ എങ്ങനെ വന്നു എന്നുള്ളതാണ് നമുക്ക് സംശയം വരുന്നത്. ഇവിടെ കേരളം എന്ന് പറയുന്ന ഭൂപ്രദേശം ഈ പറയുന്ന മഹാബലിയുടെ കാലഘട്ടത്തിൽ ഉണ്ട്. വാമനമൂർത്തി അവതാരം എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന കേരളം എന്ന് പറയുന്ന ഭൂപ്രദേശം ഉണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. 5ാമത്തെ അവതാരം എടുക്കുമ്പോൾ അതിനുശേഷമാണ് പരശുരാമൻ വരുന്നതെന്ന് പറഞ്ഞു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ
കൃത്യമായിട്ട് നമുക്ക് പുരാണങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശിവപുരാണത്തിൽ വളരെ ഭംഗിയായിട്ട് വിവരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഭഗീരഥൻ എന്ന് പറയുന്ന ശ്രീരാമൻ്റെ എത്രയോ തലമുറക്ക് മുമ്പുള്ള ഒരാളാണ് ഭഗീരഥൻ. അപ്പോൾ അദ്ദേഹം എത്രയോ തലമുറയാണ്. ആ ഭഗീരഥൻ്റെ കാലഘട്ടത്തിൽ ഈ പറയുന്ന ഭഗീരഥൻ്റെ പൂർവികരായിട്ടുള്ള സകര രാജാക്കന്മാരായ ആൾക്കാർക്ക് മോക്ഷം കിട്ടാതെ ഭസ്മീകരിച്ചിട്ട് ഭൂമിയിൽ കിടപ്പുണ്ടായിരുന്നു. ആ ഭൂമിയിൽ അവരുടെ ഭസ്മത്തിന് ഗംഗയിൽ ഒഴുക്കിയാൽ മാത്രമേ മോക്ഷം കിട്ടുകയുള്ളൂ എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ സകര രാജാക്കന്മാരുടെ അല്ലെങ്കിൽ സകര കുമാരന്മാർ, സകര രാജാവിൻ്റെ മക്കൾ, സകര രാജാവിൻ്റെ മക്കളായിട്ടുള്ള അദ്ദേഹത്തിനെ അല്ലെങ്കിൽ ആ മക്കൾക്ക് മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ മക്കൾ നിരവധി കാലം തപസ് ചെയ്തെങ്കിലും ഗംഗയെ പ്രീതിപ്പെടുത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഭഗീരഥൻ എന്ന് പറയുന്ന ശ്രീരാമൻ്റെ മുൻഗാമിയായിട്ടുള്ള സകര രാജാവിൻ്റെ മക്കളുടെ മകനായിട്ടുള്ള ഭഗീരഥൻ ഈ അവസരത്തിൽ കഠിനമായി തപസ് ചെയ്ത് ഗംഗാദേവിയെ പ്രീതിപ്പെടുത്തി. എന്നിട്ട് പറയുകയാണ്, ഒന്ന് അങ്ങ് ഈ ഭൂമിയിലേക്ക് വന്ന് ആ ഭസ്മത്തിൽ ഇവിടെ ഒന്ന് പോയി കഴിഞ്ഞാൽ 1000 രാജകുമാരന്മാരാണ് ബന്ധു മരിച്ചത്, അവരുടെ ഭസ്മത്തിലൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ അവർക്ക് മോക്ഷം കിട്ടും, അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം, അതിനുവേണ്ടി സഹായിക്കണമെന്ന് പറയും. അപ്പോൾ ഗംഗ പറയും, ഞാൻ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് പതിക്കുമ്പോൾ അതിശക്തമായ ഈ ഒഴുക്കിൽ ചിലപ്പം ഭൂമി പോലും ഒലിച്ചു പോകാം, അത്ര ശക്തമായിട്ടായിരിക്കും എൻ്റെ ഒഴുക്കുണ്ടാവുക. അപ്പോൾ എൻ്റെ ഈ ഒഴുക്കിനെ തടയാൻ പറ്റുന്ന എന്തെങ്കിലും വേണം എന്ന് പറയും. അത് തടയാൻ പറ്റുന്നത് ആരെങ്കിലും ഒന്ന് നീ തയ്യാറാക്കുമെങ്കിൽ ഞാൻ വരാം. ഉടൻ തന്നെ ഭഗീരഥൻ എന്ത് ചെയ്തു? ശിവഭഗവാനെ പ്രാർത്ഥിച്ചു. പ്രത്യക്ഷപ്പെടുത്തിയ ദീർഘകാലത്തെ തപസ്സിന് ശേഷം പ്രത്യക്ഷപ്പെട്ടു. ശിവഭഗവാൻ പറഞ്ഞു, എന്താണ് ചെയ്യേണ്ടത്? ഗംഗയുടെ ഒഴുക്ക് താങ്ങാൻ ശക്തിയുള്ള ആരെങ്കിലും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ശക്തിയുള്ളത് അങ്ങ് മാത്രമാണ്. അങ്ങ് അതുകൊണ്ട് എൻ്റെ ഈ ഒരു ആഗ്രഹം സഫലീകരണത്തിന് എൻ്റെ പിതാമഹന്മാരുടെ ആ ഭസ്മത്തിൽ ഗംഗയുടെ സാന്നിധ്യം ഉണ്ടാകാൻ വേണ്ടി അങ്ങ് പ്രയത്നിക്കണമെന്ന് പറഞ്ഞു. ശരി. അപ്പോൾ ഗംഗയ്ക്കുള്ളൊരു അഹങ്കാരമാണ്. കാരണം വെച്ചാൽ എൻ്റെ ഒഴുക്കിനെ തടയാൻ മാത്രം ശിവൻ വളർന്നോ എന്നൊരു ചിന്ത. അങ്ങനെ ഗംഗ അതിശക്തമായിട്ടൊരു ചാട്ടം കൊടുത്ത് ഒഴുകുന്ന അവസരത്തിൽ ശിവന്റെ മൗലിയിൽ വീണപ്പോൾ ശിവൻ മനസ്സിലായി ഇത് അഹങ്കാരമാണെന്ന്. ശിവൻ ഉടൻ തന്നെ തൻ്റെ ജടയിൽ ആ ഗംഗയെ മുഴുവൻ ചുറ്റിക്കെട്ടി. ഗംഗാ കാമുക എന്നൊക്കെ നമ്മൾ പറയുന്നില്ല, ശരിയായ കഥയല്ല, അത് കൃത്യമായിട്ട് രാമായണത്തിൽ പറയുന്നുണ്ട്, ശിവപുരാണത്തിൽ പറയുന്നുണ്ട്. അതിങ്ങനെ ചുറ്റിക്കെട്ടി അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഭഗീരഥൻ്റെ ആഗ്രഹം നടക്കുമോ? ഇല്ല. ഭഗീരഥൻ വീണ്ടും തപസ് ചെയ്തു, ഭഗവാനെ പ്രീതിപ്പെടുത്തി. അതിനുശേഷം തൻ്റെ മുടിയിൻ്റെ ഇടത് ഭാഗത്തു നിന്നും വടക്ക് ഭാഗത്തു നിന്നും അല്പം മുടിനാരിഴകൾ നീക്കിക്കൊടുത്ത് ഗംഗ അതിലൂടെ താഴേക്ക് ഒഴുകി. അങ്ങനെ ഭഗീരഥൻ്റെ പിന്നാലെ ഒഴുകിയപ്പോൾ ആ വെള്ളം വന്ന് ജലരാശിയാൽ ഭൂമിയുടെ ഈ സഹ്യപർവ്വതത്തിൻ്റെ ആ ഭാഗങ്ങളടക്കം ജലരാശിയാൽ മുങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. ഇങ്ങനെ ജലരാശിയിൽ മുങ്ങിപ്പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നിരവധി ക്ഷേത്രങ്ങൾ എല്ലാം തന്നെ വെള്ളത്തിനടിയിലായി. അവിടെ ഉണ്ടായിരുന്ന ആരാധനക്രമങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. എന്ന് വെച്ചാൽ ഈ പറയുന്ന ആ കേരള ഭൂമി മുഴുവൻ വെള്ളത്തിനടിയിലായി എന്നർത്ഥം. അപ്പോൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത് ആരാ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ഭൂമിയിലുണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞ പോലത്തെ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു, പല ആൾക്കാരും. അതിൽ ബ്രാഹ്മണന്മാരായ ആൾക്കാരും ക്ഷത്രിയന്മാരായ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആരാധന കേന്ദ്രം തകർന്നു. അപ്പോൾ അവർ അവിടെ ഉള്ളത് എവിടെ ഇരുന്നാ? നർമ്മദാ നദിയുടെ തീരത്ത് നിന്നാണ് ഇവർ ആദ്യം കുറച്ച് ആൾക്കാർ വന്നത്. അവർ ഈ അവസരത്തിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നറിയോ? ഇവിടെ ഈ ശ്രാവണ മാസത്തിൽ ആ തിരുവോണം ആഘോഷിക്കുന്നുണ്ട് കേരളത്തിൽ. പക്ഷെ ഈ ജലരാശി ഇതെല്ലാം മുക്കപ്പെട്ടു, ക്ഷേത്രങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. ഉടൻ തന്നെ ഈ മഹർഷിമാരായ ഋഷീശ്വരന്മാർ, സ്വാമിമാരായ ആൾക്കാരെല്ലാം നേരെ പരശുരാമൻ്റെ അടുത്ത് പറ്റി അഭയം തേടി. മഹേന്ദ്രപർവ്വതത്തിൽ തപസ് ചെയ്യുന്ന പരശുരാമൻ അവരോട് പറഞ്ഞു, പരിഹാരം കാണാം എന്ന് പറഞ്ഞു. ഇവർ ഇത്രയും കാലം ആരാധിച്ചിരുന്ന ഭൂമി തിരിച്ചു കിട്ടാൻ വേണ്ടി പരശുരാമൻ വരണ്യനോട് ആവശ്യപ്പെട്ടപ്പോൾ എത്ര കാതം വേണം ദൂരം, എത്ര കാതമാണ് ഞാൻ വഴിമാറി തരേണ്ടതെന്ന് പറഞ്ഞു. അത്രയും കാതത്തിലേക്ക് പരശുരാമൻ തൻ്റെ ദിവ്യമായ പരശു എറിയുകയും അത്രയും ദൂരത്തെ കടൽ വഴിമാറിക്കൊടുക്കുകയും ആ ഭൂപ്രദേശം വീണ്ടും ഉയർന്നു വരികയും അവിടെ വീണ്ടും ആ പഴയ കേരളം നിലനിന്നു എന്നുമാണ് പുരാണത്തിൽ പറയുന്നത്. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ അടക്കം ഇത് വിവരിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇവിടത്തേക്ക് ജനവാസമാകണം. ആ സ്ഥലത്താണ് പരശുരാമൻ ഇവരുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടിയിട്ട് 108 ശിവാലയങ്ങളും 108 ദുർഗാലയങ്ങളും 108 ശാസ്താലയങ്ങളും ഉണ്ടാക്കിയത്. എന്നതിന് ശേഷം
അദ്ദേഹം വീണ്ടും നർമ്മദാ നദിയുടെ തീരത്ത് ഏറ്റവും ശ്രേഷ്ഠന്മാരായ ആൾക്കാർ അവിടെയാണുള്ളതെന്ന് പറഞ്ഞു. വേദപണ്ഡിതന്മാർ, കാരണം ഈ പറയുന്ന സ്ഥലത്താണ് യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടക്കുന്നത്. അതറിയുന്ന ആൾക്കാർ അവിടെയുള്ളത്. അപ്പോൾ പരശുരാമൻ ഉണ്ടാക്കിയ ഭൂമി ഏറ്റവും ശ്രേഷ്ഠമായിരിക്കണമെന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് ശ്രേഷ്ഠന്മാരായ നിരവധി ആൾക്കാരെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇവർക്ക് വാസമുറപ്പിച്ചു. എന്ന് വെച്ചാൽ ആ കേരളീയ ഭൂമിയെ 64 കഷ്ണങ്ങളാക്കി അതിന് 64 ഗ്രാമം എന്ന പേരിൽ അറിയപ്പെട്ടു. എന്ന് വെച്ചാൽ പരശുരാമൻ ഉണ്ടാക്കിയ ആ കേരള ഭൂമിക്ക് 64 ഗ്രാമങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ 64 ഗ്രാമങ്ങളുടെയും ചുമതല ഓരോ ബ്രാഹ്മണനാണ് കൊടുത്തത്. എന്തുകൊണ്ടാണ്? അറിവില്ലവനാണ് കൊടുത്തത്. അവർ ഇവിടെ വന്നിട്ട് വീണ്ടും ആ നർമ്മദാ നദിയുടെ തീരത്തുണ്ടായിരുന്ന ആ ശ്രാവണ മാസത്തിൽ നടത്തിയിരുന്ന ആഘോഷം ഉണ്ടല്ലോ, അത് അവരിവിടെ വന്ന സമയത്ത് ഇവിടെയും പൂർവാധികം ഭംഗിയായി നടത്തി തുടങ്ങി എന്നർത്ഥം. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ തിരുവോണം എന്ന് പറയുന്ന ശ്രേഷ്ഠമായ ആഘോഷം നടപ്പിലായത്. ഇനി ഈ ആഘോഷങ്ങളിൽ ഞാൻ പറഞ്ഞതെല്ലാം തന്നെ പുരാണമാണ്. ഇനി ഞാൻ പറയുന്നത് പുരാണമല്ല, ചരിത്രം. ഇനി ചരിത്രം. ഈ തിരുവോണത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഈ 64 ഗ്രാമങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്നീ കാണുന്ന കേരളത്തിൽ മാത്രമല്ല കേട്ടോ, അത് തമിഴ്നാട്ടിലടക്കം വ്യാപിച്ച് കിടക്കുന്നുണ്ട്, കർണാടകത്തിലും വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ തിരുവോണത്തിൻ്റെ ഈ കേരളത്തിൽ നിന്ന് വന്ന ശ്രേഷ്ഠന്മാരായ ആൾക്കാർ പിന്നീട് പല ഭാഗത്തേക്കും യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ തമിഴ്നാട്ടിൽ മധുരയിലടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ഈ പറയുന്ന ശ്രേഷ്ഠന്മാരായ ആൾക്കാരുണ്ടായിരുന്നു. സംഘകാല കൃതി എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, ആ സംഘകാല കൃതികളിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള 2 ഗ്രന്ഥമുണ്ട്. അതിലൊന്നാണ് മധുരൈ കാഞ്ചി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, അതുപോലെ തന്നെ കുറിഞ്ചിപ്പാട്ട് എന്ന് പറയുന്ന ഗ്രന്ഥം. ഈ 2 ഗ്രന്ഥത്തിലും തിരുവോണ ആഘോഷത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അതിൽ 2ലും പറയുന്നത് എന്താ വെച്ചാൽ മയോൻ ദേവന്റെ എന്ന് വെച്ചാൽ മഹാവിഷ്ണുവിനെയാണ് അവിടെ മയോൻ ദേവൻ എന്ന് പറയുന്നത്. വിഷ്ണുവിൻ്റെ ജന്മനാളായിട്ടാണ് സംഘകാല കൃതികളിൽ ഈ തിരുവോണത്തെക്കുറിച്ച് പറയുന്നത്. നോക്കണം, മഹാബലിയുടെ വരവല്ല. ചിന്തിക്കുക. രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മുടെ കേരളത്തിൽ തന്നെ ശൈവ വിഭാഗക്കാരായിട്ടുള്ള ആൾവാന്മാരുണ്ട്. അവരുടെ ഗ്രന്ഥത്തിൽ വളരെ വൃത്തിയിൽ പറയുന്നു വിഷ്ണുവിൻ്റെ ജന്മനാളാണ് തിരുവോണം എന്ന വിധത്തിൽ ആൾവാന്മാരുടെ ഗ്രന്ഥത്തിൽ പറയുകയും അവരത് ആഘോഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള കാര്യമാണ്. കൂടാതെ AD 844 895 ഇടയിൽ കേരളത്തിൽ പ്രത്യേകിച്ച് ചേര രാജാക്കന്മാരിൽ പ്രബലനായിട്ടുള്ള സ്ഥാണുരവിവർമ്മൻ എന്ന് പറയുന്ന രാജാവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ രാജാവായി ഭരിക്കുന്നതിൻ്റെ 17ാം വാർഷികത്തിൽ അദ്ദേഹം ഈ പറയുന്ന ആഘോഷം അതിഗംഭീരമായി ആഘോഷിച്ചുവെന്നും ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇറക്കിയ ഒരു പുസ്തകമുണ്ട്. എന്ന് വെച്ചാൽ കൃത്യം പറഞ്ഞാൽ AD 861 ഇറക്കിയിട്ടുള്ള ഒരു ശിലാലിഖിതം, പുസ്തകമല്ല ശിലാലിഖിതം. ആ ശിലാലിഖിതം ശിലാലിഖിതം കിട്ടിയിരിക്കുന്നത് തിരുവാറ്റുവായ് ക്ഷേത്രത്തിൽ നിന്നാണ് ആ ശിലാലിഖിതം കണ്ടുകിട്ടിയിട്ടുള്ളത്. തിരുവാറ്റുവായ് ക്ഷേത്രത്തിൽ നിന്നാണ് ശിലാലിഖിതം കണ്ടുകിട്ടിയിട്ടുള്ളത്. ആ ശിലാലിഖിതത്തിൽ വളരെ കൃത്യമായി പറയുന്നു വിഷ്ണുവിൻ്റെ ജന്മനാളായ തിരുവോണം ആഘോഷത്തെക്കുറിച്ച് വിശദമായിട്ട് അത് ഈ രാജ്യത്ത് ആഘോഷിക്കുന്നു എന്നുള്ള വിധത്തിലുള്ള ശിലാലിഖിതങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന സ്ഥാണുവർമ്മൻ്റെ പിൻഗാമിയായി വന്ന, പിൻഗാമി വെച്ചാൽ ഒരു 3-4 തലമുറയ്ക്ക് ശേഷം വന്ന ഭാസ്കര രവിവർമ്മൻ എന്ന് പറയുന്ന രാജാവിൻ്റെ കാലഘട്ടത്തിൽ എഴുതിയ ചെമ്പോലകളിൽ വളരെ വ്യക്തമായി പറയുന്നു 1 മാസം നീണ്ടു നിൽക്കുന്ന തിരുവോണ ആഘോഷം, മഹാവിഷ്ണുവിൻ്റെ ജന്മനാളായിട്ടുള്ള തിരുവോണ നാളിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ നടന്നതായിട്ടും പറയുന്നു. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ AD 962 മുതൽ AD 1019 വരെയാണ് ഈ പറയുന്ന ഭാസ്കര രവിവർമ്മൻ്റെ ഭരണകാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഇത്തവണ 1 മാസം നീണ്ടു നിൽക്കുന്ന തിരുവോണ ആഘോഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ 10 ദിവസമാണ് ആഘോഷിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് 14ാം നൂറ്റാണ്ടിൽ, അത്രയും പഴക്കമുണ്ടെന്ന് നടക്കണം, 14ാം നൂറ്റാണ്ടിൽ ഉണ്ണുനീലി സന്ദേശം എന്ന് പറയുന്ന ഒരു കാവ്യമുണ്ട്. അതിലും തിരുവോണത്തെക്കുറിച്ച് പരാമർശമുണ്ട്. എന്ന് വെച്ചാൽ പറഞ്ഞാലും തീരാത്ത അത്ര തരത്തിൽ തിരുവോണത്തെക്കുറിച്ച് പഴയ ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്.
ഇനി നമ്മൾ നോക്കേണ്ടത് തിരുവോണം ആഘോഷിക്കുന്നത് എങ്ങനെ. ഇപ്പോൾ തന്നെ ഒരുപാട് സമയമായി, അതാണ് ഞാൻ പറഞ്ഞത്, ഇത് പറഞ്ഞാൽ തീരില്ല. ഒരു ക്ഷേത്ര പ്രഭാഷണത്തിന് പോയാലും ഇത്ര സമയം പിടിക്കില്ല, അത്രയേറെ പറയാനുണ്ട്. എന്നാലും നമ്മൾ ആ ഒരു വിഷയം എടുക്കുമ്പോൾ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കണ്ട് വിശദമായിട്ട് പറയുന്നത്. നോക്കൂ, തിരുവോണത്തിൻ്റെ ആഘോഷം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുക, നമുക്ക് വരുന്നത് മഹാബലിയല്ല നമ്മുടെ വീട്ടിൽ വരുന്നത്. നോക്ക്, നമ്മുടെ വീട്ടിൽ എന്താ ചെയ്യുന്നത്? ഈ സമയത്ത് ക്ലബ്ബുകാരും മറ്റുള്ളവരും മഹാബലിയുടെ ഒരു കോമാളി വേഷം കെട്ടും, കുംഭക്കൊടലും ഒക്കെ ആയിട്ട്. മഹാബലി ആരാണ്? 14 ലോകത്തിൻ്റെയും അധിപനാണ്. ആ മഹാബലിക്ക് പകരം ഒരു കോമാളി വേഷം കെട്ടിയിട്ട് ഒരുത്തരം കെട്ടി വരും, കുംഭക്കൊടലൊക്കെ ആയിട്ട്. എന്തിനാ വരുന്നറിയാം? ഓരോ വീട്ടും മറ്റു ഭിക്ഷ യാചിക്കും പോലെ യാചിച്ചിട്ട് ആ പൈസ കൊണ്ടുപോയിട്ട് രാത്രി മദ്യപിക്കുന്നതിന് ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും. അത് അവിടെ നിൽക്കട്ടെ, ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ആ ദിവസം വരുന്നത് സാക്ഷാൽ വാമനമൂർത്തിയാണ്. തിരുവോണം എന്ന് പറയുന്ന നക്ഷത്രം ഓണമല്ല. ഈ തിരുവോണ നാളിൽ മഹാവിഷ്ണുവിൻ്റെ ജന്മനാളാണ്, വാമനമൂർത്തിയുടെ ജന്മനാളാണ്. അദ്ദേഹം ജനിക്കുന്നു എന്തിനു വേണ്ടി? നമ്മുടെ ഓരോ ആൾക്കാരുടെ ഉള്ളിലും ഞാനെന്ന ഭാവം, അഹങ്കാരം നിറഞ്ഞു നിൽക്കുന്നില്ലേ? ആ അഹങ്കാരത്തെ ഇല്ലാതെയാക്കാൻ. പണ്ട് മഹാബലിക്കുണ്ടായ അഹങ്കാരത്തെ വാമനമൂർത്തി എങ്ങനെയാണോ ഇല്ലാതാക്കി ഇരിക്കുന്നത്, അതുപോലെ എൻ്റെയും അഹങ്കാരം ഇല്ലാതാക്കാൻ വേണ്ടി സാക്ഷാൽ ഈ പറയുന്ന മഹാബലി അല്ല മഹാവിഷ്ണു അവതാരമെടുക്കുന്നു എന്നതാണ് ഒന്നാമത്തേത്. അപ്പോൾ ആ മഹാവിഷ്ണുവിനെ വരവേൽക്കാൻ വേണ്ടി പ്രകൃതി പോലും അണിഞ്ഞൊരുങ്ങുന്നു. എങ്ങനെ? പ്രകൃതിയിൽ വസന്തമൊരുക്കി, നിരവധി പൂക്കൾ ഒരുക്കിയിട്ട് പ്രകൃതി പോലും അണിഞ്ഞൊരുങ്ങുന്നു. നമ്മളെന്ത് ചെയ്യുന്നു? ഈ പൂക്കളിട്ട് അത്തം മുതൽ 10 ദിവസം വരെ നമ്മൾ എന്ത് ചെയ്യും? വീടിൻ്റെ മുറ്റത്ത് ആ മഹാവിഷ്ണു ആയിട്ടുള്ള വാമനമൂർത്തിയെ വരവേൽക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ആ തിരുവോണം നാളിൽ ഭഗവാൻ ജനിക്കുന്ന ആ ദിവസം നമുക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിൽ ഒരു ഉണ്ണി ജനിക്കുമ്പോൾ ഇന്ന ദിവസം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അതിന് വരവേൽക്കാൻ വേണ്ടി ഒരു സന്തോഷം ഉണ്ടാവും. അതുപോലെ ഈ വാമനമൂർത്തിയെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ആ ദിവസം തിരുവോണം നാളിൽ നമ്മൾ പ്രത്യേകിച്ച് വീട്ടിൽ വലിയ പൂക്കളം ഒരുക്കും. ആ ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടി, ഭഗവാന്റെ പാദസ്പർശം കൊണ്ട്, ഭഗവാൻ ഇരിപ്പിടമാണത്. ഭഗവാൻ ഈ പൂമെത്തയാണ് നമ്മൾ ഒരുക്കുന്നത്, മനോഹരമായിട്ടുള്ള. അങ്ങനെ അവിടെ ഒരുക്കുന്നു. ഇത് കൂടാതെ അന്നത്തെ ദിവസം പ്രത്യേകിച്ച് ആർക്കാണ്? സാക്ഷാൽ നാരായണനാണ് അവിടെ വരുന്നത്. പക്ഷെ നിർഭാഗ്യമെന്ന് വരട്ടെ, നമ്മുടെ കേരളത്തിലുള്ള വീടുകളിൽ കാണുന്നത് അന്നത്തെ ദിവസം ആടിനെയും പോത്തിനെയും കോഴിയെയും കൊന്നിട്ട് ആ മാംസം കഴിക്കുന്ന മത്സ്യമാംസാദികൾ വെച്ചുള്ള സദ്യയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അതും മാറി ഇപ്പോൾ ബിരിയാണിയിലേക്ക് ഒതുങ്ങി. പല വീടുകളിലും ബിരിയാണിയാണ് പ്രധാനം. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ വാമനമൂർത്തി വരുമ്പോൾ ആ വാമനമൂർത്തിക്കും കൂടിയും പറ്റുന്ന തരത്തിലുള്ള ഭക്ഷണമാണ് നമ്മൾ ഒരുക്കേണ്ടത്. പക്ഷെ പുരുഷന്മാരെല്ലാം ആ ദിവസങ്ങളിൽ മദ്യത്തിൻ്റെയും കൂത്താടുന്നതിൻ്റെയും തിരക്കിലാണ്. മദ്യക്കുപ്പികളാണ് അവർ വാങ്ങിക്കാൻ ഏറെ തയ്യാറാകുന്നത്. പക്ഷെ അവർ ഐതിഹ്യം മനസ്സിലാക്കണം. അതിനുശേഷം നിങ്ങൾ ഈ ഓണാഘോഷം കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾ എന്തും ചെയ്തു. പക്ഷേ ആ ദിവസം പവിത്രമായിരിക്കണം. മത്സ്യമാംസാദികളോ മദ്യലഹരികളോ നമ്മൾ ആ വീട്ടിൽ ഉപയോഗിക്കാതെ വീട്ടിൽ ശാന്തിയും സമാധാനവും ഉണ്ടാക്കി ഓരോ ആൾക്കാരുടെ ഉള്ളിലുള്ള അഹംഭാവത്തെ ഇല്ലാതാക്കാൻ വേണ്ടി വാമനമൂർത്തിയെ വരവേൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ തയ്യാറെടുക്കുന്നു. ഇതിട്ടോ ഈ പറയുന്ന ദിവസം അനവധി സന്തോഷത്തിൻ്റെ ഭാഗമായി ഓണക്കളികളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കുന്നുണ്ട്. പക്ഷേ ഉച്ചഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ആഘോഷങ്ങളെ ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. വിവരിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഒരുപാട് പറയാനുണ്ട്, അതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ എന്ത് വേണം? ആദ്യം ഒരു ഇല വാമനമൂർത്തിക്ക് വേണ്ടി ഇടണം. അതിനുശേഷം കുട്ടികളെ അടുത്തിരുത്തണം. ഗർഭിണികളുണ്ടെങ്കിൽ അവരെ ആദ്യം ഇരുത്തണം. എന്നിട്ട് അവർക്ക് ഭക്ഷണം ആദ്യം വാമനമൂർത്തിക്ക് വിളമ്പി മറ്റുള്ളവർക്കൊക്കെ ഭക്ഷണം നമ്മൾ കൊടുക്കണം. ഇതാണ് ഓണാഘോഷം ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. വാമനമൂർത്തിക്ക് കൊടുക്കുന്ന ആ ഭക്ഷണം വീട്ടിലെ കാരണവർക്ക് കഴിക്കാൻ വേണ്ടി വന്നാൽ എല്ലാവരും ഭക്ഷണത്തിൻ്റെ സമയത്ത് അല്പം ഒരു പിടി പ്രകൃതിയിലുള്ള ജീവജാലങ്ങൾക്കൂടി മാറ്റി വെക്കുകയും വേണം. എന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. ആ അവസരത്തിൽ ഓണക്കളികളും മറ്റു പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീടുകളിൽ ചെയ്യാറുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഓണത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. ഓണത്തിൻ്റെ അല്ല, തിരുവോണത്തിൻ്റെ മഹത്വം മനസ്സിലാക്കണം. ഇനി നമുക്ക് ഓണമില്ല, നമുക്കുള്ളത് തിരുവോണമാണ്. ആ തിരുവോണമാണ് എന്നുള്ള ദൃഢനിശ്ചയത്തോട് നമ്മൾ എന്ത് വേണം? തിരുവോണ ആശംസകളാണ് നേരേണ്ടത്, ഓണാശംസകളല്ല. ഇതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തിരുവോണത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലായല്ലോ. തിരുവോണം ആഘോഷിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ എങ്ങനെ തിരുവോണം വന്നതെന്ന് മനസ്സിലായല്ലോ. ഇത്തരത്തിൽ നമ്മൾ ആദ്യം ചിന്തിക്കുക, കേരളം ഭരിച്ച ഒരാളല്ല, ഇതൊക്കെ സാക്ഷാൽ നാരായണൻ തന്നെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ തിരുവോണം ആഘോഷിക്കാൻ. നിങ്ങൾക്കുണ്ടാകുന്ന ഏത് സംശയങ്ങളും ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് എഴുതിയിടാം. ആ കമൻറ്റിൽ നിന്ന് എഴുതിയിട്ടുണ്ടോ തൊട്ട് താഴെ? അവിടെ തൊട്ട് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക.
മാത്രമല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് രേഖപ്പെടുത്തുക. എന്തും ആവട്ടെ, സംശയങ്ങളും ചോദിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതൊക്കെ താഴെ രേഖപ്പെടുത്തുക. മാത്രമല്ല എല്ലാ ഹിന്ദു ഭവനങ്ങളിലും ഇതിൻ്റെ സന്ദേശത്താണ്. അവരോട് ആദ്യം പറയണം, ഇത് 1 മണിക്കൂറുള്ള വീഡിയോ ആണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഒരിക്കലും ഇത് നിങ്ങൾ കിറ്റ് ചെയ്ത് പോകാതെ സമയം കണ്ടെത്തിയിട്ട് ചെയ്താൽ മതി. ഇനി നമ്മുടെ വീട്ടിൽ തിരുവോണമാണ് ആഘോഷിക്കുക. അത് സാക്ഷാൽ നാരായണന് വേണ്ടിയിട്ടുള്ളതാണ്, മഹാബലിയല്ല എന്ന് ചിന്തിക്കുക. മഹാബലി നമ്മളാണ്, നമ്മൾ ഓരോ ആൾക്കാരും മഹാബലിയാണ്. വാമനൻ നമ്മളുടെ അരികിലേക്ക് വരും എന്ന ചിന്തയോടുകൂടി ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.